എനിക്കിതായിരിക്കും ഒന്നുകൂടെ സൗകര്യം. അപ്പൊ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് അറിയുക, രണ്ടാമത്തെ ഉദ്ദേശം ആയിത്തീരുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ എന്തായിരിക്കണം? സഭയുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് മൂന്നാമത്തേത്. എന്തായിരിക്കണം അത്? സമയം കളയാനില്ല, നിങ്ങളുടെ ഉത്തരം വരുമ്പോഴത്തേക്ക് സമയം ഒത്തിരി പോകും. മൂന്നാമത്തെ ഉത്തരം അറിയിക്കുക എന്നതാണ്. അറിയിക്കുക, അറിഞ്ഞതുപോലെ ആയിത്തീരണം. ആയിത്തീർന്ന ശേഷം എന്തോ ചെയ്യണം? അറിയിക്കണം. ഓക്കെ, ടു നോ എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ ടു ബിക്കം, അറിഞ്ഞതുപോലെ ആയിത്തീരണം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തേത് ടു മേക്ക് നോൺ, മറ്റുള്ളവരെ അറിയിക്കുക. ഇങ്ങനെ മൂന്ന് അതിപ്രധാന ഉദ്ദേശമാണ് ദൈവവചന പഠനത്തിന് ഉള്ളത് എന്ന് നാം അറിയണം. ഓരോന്നിനും ലഘുവായ വിശദീകരണം തരാം. ഒന്ന്, അറിയുക എന്ന് പറയുമ്പോൾ അതിന് വിശദീകരണം. എന്തറിയുക എന്നൊരു ചോദ്യമുണ്ട്. അതിന് ലളിതമായ ഉത്തരം ആധ്യാത്മിക വിഷയങ്ങൾ അറിയുക എന്നതാണ്. ആധ്യാത്മിക വിഷയങ്ങൾ, വിഷയങ്ങളെ ആകെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഭൗതിക വിഷയങ്ങൾ, ഒന്ന് ആത്മീക വിഷയങ്ങൾ, രണ്ട് ഭൗതിക വിഷയങ്ങൾ. സ്പിരിച്വൽ സബ്ജക്ട്സ് ഒന്നാമത്തേത്, രണ്ട് സെക്യുലർ സബ്ജക്ട്സ്. ഇങ്ങനെ രണ്ടായിട്ട് ആകെയുള്ള വിഷയങ്ങളെ തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേതാണ് ഏത്? ആത്മീക വിഷയങ്ങൾ. രണ്ടാമത്തേതാണ് സെക്യുലർ സബ്ജക്ട്സ് അഥവാ ഭൗതിക വിഷയങ്ങൾ. നമ്മൾ കാശ് കൊടുത്ത് പഠിക്കുന്ന എല്ലാം മെഡിസിൻ ആയാലും കമ്പ്യൂട്ടർ ആയാലും എഞ്ചിനീയറിംഗ് ആയാലും വിവിധ നിലകളിലുള്ള പഠനങ്ങളുണ്ട്. നിങ്ങളുടെ ജോലിയോടുള്ള ബന്ധത്തിൽ പഠിച്ചിട്ടുള്ള സകല സംഗതികളും അതെല്ലാം സെക്യുലർ സബ്ജക്റ്റുകളാണ്. എന്നാൽ ആത്മീക വിഷയങ്ങൾ അഥവാ അധ്യാത്മിക വിഷയങ്ങൾ, ഒന്നുകൂടെ നല്ല മലയാളം അധ്യാത്മിക വിഷയങ്ങൾ, അതാണ് സ്പിരിച്വൽ സബ്ജക്ട്സ്. അത് അറിയുക എന്നതാണ് വേദപഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അധ്യാത്മിക വിഷയങ്ങളിലെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? സ്പിരിച്വൽ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തിനെയൊക്കെ ഉദ്ദേശിക്കുന്നത്? 1, 2, 3, 4 എന്ന് ഞാൻ പറയാം. 1 ദൈവം, 2 ക്രിസ്തു, 3 പരിശുദ്ധാത്മാവ്, 4 ദൂതന്മാർ, സാത്താൻ, പാപം, മരണം, മരണാനന്തരം, സ്വർഗം, നരകം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ. ഇത് സുവോളജിയോ ബയോളജിയോ ബോട്ടണിയോ പൊളിറ്റിക്സോ ഒന്നും പഠിച്ചാൽ ഇത് പറ്റത്തില്ല. കമ്പ്യൂട്ടർ പഠിക്കുന്നവനും നരകം എന്താണെന്ന് അറിയാൻ പറ്റുമോ? മെഡിക്കൽ സയൻസ് പഠിക്കുന്നവന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ പറ്റില്ല. നടുകച്ഛേദിച്ച ഭാഗം, അന്തരാവയവങ്ങൾ, ബാഹ്യാവയവങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തിപരമായി ഐച്ഛികമായി പഠിക്കാം. ഓക്കെ, കണ്ണ്, കാത്, മല്ല് ആദ്യമായി ഇതിനെക്കുറിച്ചൊക്കെ ഐച്ഛികമായി പഠിക്കാം. പക്ഷേ അതിനകത്തൊന്നും ദൈവമില്ല, അതിനകത്തൊന്നും ക്രിസ്തുവില്ല, അതിനകത്തൊന്നും മരണാനന്തരം എന്താണെന്ന് പറയുന്നില്ല, സ്വർഗം എന്താണെന്ന് പറയുന്നില്ല. ഇതാണ് അതിന്റെ പരാധീനത എന്ന് പറയുന്നത്. പക്ഷേ ആധ്യാത്മിക വിഷയങ്ങൾ എന്നത് ഏറെ മഹത്വരമായ ഒന്നാണ്. അത് അറിയുക എന്നതാണ് ബൈബിൾ പഠനം കൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ടു നോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം? സ്പിരിച്വൽ സബ്ജക്ട്സ് ആണ് എന്നറിയണം. ആധ്യാത്മിക വിഷയങ്ങൾ ഇതറിയാൻ വചനം പഠിച്ചേ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ദൈവങ്ങൾ എന്ന ഒരു തത്വമുണ്ട്. പക്ഷേ വേദപുസ്തകം പറയുന്നത് ദൈവങ്ങൾ അല്ല, പിന്നെ ദൈവം. അപ്പം ഏക സത്യ ദൈവം, ആ ദൈവത്തിന്റെ ക്വാളിറ്റി, ആ ദൈവത്തിന്റെ വ്യവസ്ഥിതികൾ, നിയമങ്ങൾ, സംഹിതകൾ, ആചാരങ്ങൾ, ദൈവത്തെ അനുസരിക്കേണ്ടത് എങ്ങനെ എന്നിത്യാദി വസ്തുതകളെല്ലാം വളരെ വ്യക്തമായി സ്പഷ്ടമായി പഠിക്കുന്നതിനാണ് ബൈബിൾ പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ അറിയുക എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ സബ്ജക്ട്സ് ആണ് എന്നറിയുക. ഇനി രണ്ടാമത്തേത് എന്താ? രണ്ടാമത്തെ ഉദ്ദേശം എന്താ? ആയിത്തീരുക എന്നതാണ്. ആയിത്തീരുക, വചനം നമ്മോട് അറിയിക്കുന്നതെല്ലാം നാം അറിഞ്ഞ ശേഷം ആ വചനം നമ്മോട് അനുശാസിക്കുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? ആയിത്തീരാൻ കഴിയണം. അല്ലെങ്കിൽ പല വചനം പഠിക്കുന്നുണ്ട്, പ്രയോജനമില്ല. അപ്പോൾ വചനം പഠിക്കത്തിടത്തോളം കാലം ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആയിത്തീരാൻ പറ്റത്തില്ല. വീണ്ടും പോലെ വചനം പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തിന് പ്രയോജനമുള്ള ഒരാളായി മാറാൻ കഴിയുള്ളൂ. അതിനാധാരമായ ഒരു വാക്യം 2 തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായം 15-ാമത് വാക്യം. 2 തിമോഥെയോസ് 2:15 പറഞ്ഞിരിക്കുന്നത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഓക്കെ, ബൈബിൾ പഠിതാക്കളെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഈ വാക്യം മലയാളത്തിലേക്ക് ലിപിയന്തരണം ചെയ്തപ്പോൾ, മൊഴിമാറ്റം ചെയ്തപ്പോൾ, തർജ്ജിമ ചെയ്തപ്പോൾ നേരിയ ഒരു പിശക് സംഭവിച്ചിട്ടുണ്ട്. അത് ഈ വാക്യത്തിൽ മാത്രമല്ല, ഒത്തിരി വാക്യങ്ങളുണ്ട്. ഈ വാക്യത്തിൽ പറ്റിയിരിക്കുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ടെന്നാണ് മലയാളിയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ വാക്യം അങ്ങനെയല്ല. സത്യവചനത്തെ യഥാർത്ഥമായി വിഭജിച്ച് പഠിച്ചുകൊണ്ട് എന്നാണ് വരേണ്ടിയത്. അത് പുസ്തകത്തിൽ കുറിക്കുകയോ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിക്കുകയോ ചെയ്യണം. 2 തിമോഥെയോസ് 2:15 സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാനല്ല പറയുന്നത്. പിന്നെന്താണ്? വിഭജിച്ചു പഠിക്കണം. വെറുതെ പഠിക്കാനുമല്ല, വിഭജിച്ചു പഠിക്കണം. ഇംഗ്ലീഷ് ബൈബിൾ
കയ്യിലുള്ളവർ നോക്കിയാൽ അറിയാം. സ്റ്റഡി ടു ഷോ thyself approved unto God, a workman that not needed to be ashamed, rightly dividing the word of truth. സ്റ്റഡി ടു ഷോ thyself അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പഠിക്കുക എങ്ങനെയാണ്? റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. സത്യവചനത്തെ യഥാർത്ഥമായി വിഭജിച്ചു പഠിക്കണം എന്ന പ്രയോഗമാണ് മൂലഭാഷ. അവളുടെ മാനസ്ക്രിപ്റ്റിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ പൗലോസ് തിമോത്തിയോസ് എന്ന തന്റെ അരുമ ശിഷ്യനെ പ്രബോധിപ്പിക്കുമ്പോൾ പ്രസംഗിക്കാനല്ല പറയുന്നത്, പിന്നെ എന്തോ ചെയ്യാനാണ്? ആദ്യം പഠിക്കാനാണ് പറയുന്നത്. പഠിച്ചിട്ട് എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. അപ്പം പ്രസംഗത്തിന് മുൻപ് ശക്തമായി പ്രസംഗത്തിന് എന്ത് ചെയ്തേ പറ്റുള്ളൂ? പഠിക്കണം. അപ്പം അങ്ങനെ പഠിക്കുമ്പോഴാണ് ദൈവത്തിന് കൊള്ളാകുന്നവൻ ആയിത്തീരുന്നത്. ഉണ്ടോ? ദൈവത്തിന് കൊള്ളാകുന്നവനാകുക. അപ്പൊ സത്യവചനത്തെ യഥാർത്ഥമായി വിഭജിച്ച് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തിന് ആകാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ കാര്യപരിപാടിക്ക് വേണ്ടി കൊള്ളാകുന്നവനാകണമെങ്കിൽ എന്തോ ചെയ്യണം? സത്യവചനത്തെ യഥാർത്ഥമായി വിഭജിച്ച് പഠിക്കണം. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. വചനം വീണ്ടും പോലെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മിൽ നടക്കുന്ന ഒരു പരിണാമമുണ്ട്. പരിണാമം എന്ന പദം ശ്രദ്ധിക്കണം. ഡാർവിനാണ് പരിണാമം എന്ന് പറയുന്ന ഒരു വിഷയം നമുക്ക് തന്നിട്ടുള്ളത്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ നമ്മൾ ചുരുട്ടിക്കൊട്ടി ചവട്ടുകൊട്ടയിലേക്ക് കളയുന്നു. അത് അനുസരിക്കുന്നവരുണ്ടോ? ഇതിനകത്തില്ലല്ലോ. അത് അനുസരിക്കുന്നവരുണ്ടോ എന്നല്ല, വിശ്വസിക്കുന്നവരുണ്ടോ? ഇല്ല. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ അത് കളഞ്ഞിട്ടില്ല. അതാണ് പരമകഷ്ടം. ഇന്ന് നമ്മുടെ വല്യപ്പച്ചൻ കുരങ്ങാണ് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂബി ഡേ ബാഗിനകത്ത് കുത്തി നിറച്ചുകൊണ്ട് നടക്കുന്നത്. അറിയാമോ? നമ്മളതൊക്കെ പഠിച്ചാണല്ലോ കയറി വന്നത് ഇങ്ങോട്ട്, അല്ലേ? പരിണാമവാദം നമ്മൾ കളഞ്ഞിട്ടില്ല. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമൊക്കെ ഇന്നും വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പക്ക ക്രൈസ്തവൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൂത്ത ക്രിസ്ത്യാനി കൈകാര്യം ചെയ്തിട്ടുള്ള വർഷങ്ങളോളം വിദ്യാഭ്യാസ വകുപ്പ് പക്ക മുസൽമാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ക അഠ്യത്വമുള്ള ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്നയാളും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഹൈന്ദവന് ഇത് സാക്ഷാൽ പരബ്രഹ്മമാണ്, സകലത്തിനും ഉടയവൻ ഉണ്ടാക്കിയത് എന്ന് പറയാനുള്ള തന്റെ ഇടം അദ്ദേഹം ഇരുന്ന കാലത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അദ്ദേഹം ചെയ്തിട്ടില്ല. മുസൽമാന് ഇത് പടച്ചതമ്പുരാൻ അള്ളാഹുവാണെന്ന് പറയാൻ പുള്ളിയും ധൈര്യപ്പെട്ടിട്ടില്ല. മൂത്ത ക്രിസ്ത്യാനിക്ക് സാക്ഷാൽ യഹോവയാണ് ഇതിന്റെ എല്ലാം സൃഷ്ടികർത്താവ് എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. ഇവരെല്ലാം ഇരുന്ന കാലം പുസ്തകത്തിന് വലിപ്പം കൂട്ടുകയോ വലിപ്പം കുറയ്ക്കുകയോ കാശ് കൂട്ടുകയുള്ളതല്ലാതെ ഇതിനകത്ത് വിഷം കുത്തിക്കളഞ്ഞിട്ടില്ല ഇതുവരെ. അതിൻ്റെതായ ദോഷം ആധുനിക തലമുറയ്ക്കുണ്ടായിട്ടുണ്ട്. എത്ര പഠിച്ചാലും ദൈവരാഹിത്യത്തിൽ ആളുകൾ ഇറങ്ങി വരുന്നു കലാലയങ്ങളിൽ നിന്ന്. അതിനകത്തും നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടേണ്ടതിന് ഒത്തിരി കണ്ണുനീരൊഴുക്കിക്കോണം. കാരണം അവർ കാശ് കൊടുത്ത് പഠിക്കുന്ന എല്ലാം ദൈവമില്ലായ്മയാണ് പഠിക്കുന്നത്. ഇടയ്ക്ക് ഞാനൊരു ഓർമ്മിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദൈവം എന്ന ആധികാരികമായിരിക്കുന്ന വിഷയത്തെ ഇതിനകത്തുനിന്ന് തള്ളിക്കളയേണ്ടതിന് വേണ്ടി പൈശാചികമായി വിഷലിപ്തമായ ഒരു തിയറിയാണ് ഡാർവിൻ കൊണ്ടത്. അപ്പൊ ഡാർവിൻ തന്ന ആ വാദത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷെ അതിനകത്തെ പദം എനിക്കിഷ്ടമാണ്, പരിണാമം എന്ന പദം. പരിണാമം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വചനം പഠിക്കുന്നവനാണ് പരിണാമം സംഭവിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ സത്യവചനത്തെ യഥാർത്ഥമായി വിഭജിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ അവനൊരു പരിണാമം സംഭവിക്കും. ആ പരിണാമത്തിന്റെ അനന്തരഫലം അവൻ ദൈവത്തിന് കൊള്ളാകുന്നവനാകും. അപ്പൊ വചനം പഠിക്കാത്തിടത്തോളം കാലം ഡാർവിൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഡാർവിൻ പറയുന്നത് ചില ജീവികൾക്ക് കാലാന്തരത്തിൽ അതിന്റെ കൊമ്പ് തേഞ്ഞു പോവുകയോ കൊഴിഞ്ഞു പോവുകയോ ചെയ്തു. അതിന്റെ ഉളിപ്പല്ല് തേഞ്ഞ് അകത്ത് വായിൽ തന്നെ ഒതുങ്ങി. അതിങ്ങനെ നേരെ മുമ്പോട്ട് തള്ളിക്കുകയായിരുന്നു. അതിങ്ങനെ കാലക്രമേണ അത് തേഞ്ഞ് എന്തോ ചെയ്തു? വായിൽ തന്നെ ഒതുങ്ങി. ചിലതിന്റെ മൂക്ക് നീണ്ട് അത് തുമ്പിക്കൈയായി മാറി. ചിലതിന്റെ രോമം കൊഴിഞ്ഞുപോയി. ചിലത് 4 കാലം നടന്നത് കാലാന്തരത്തിൽ പിന്നെ 2 കാലം നടക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ഒത്തിരി പരിണാമം ജീവികൾക്ക് സംഭവിച്ചു എന്നാണ് പറയുന്നത്. വെള്ളത്തിൽ ഓടി നടന്നത് ക്രമേണ അത് കരയ്ക്ക് കയറി എന്നൊക്കെ. അപ്പം ജീവികളുടെ അവയവ വ്യവസ്ഥിതികളിൽ പരിണാമം സംഭവിച്ചിട്ട് തനത് നിലയിൽ നിന്ന് മറ്റൊന്നായി മാറി എന്നാണ് ഡാർവിൻ പറയുന്നത്. ആ ആശയത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിലും ആ ഒരു പ്രക്രിയ എനിക്കിഷ്ടമാണ്. കാരണം സാധാരണ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വചനം വേണ്ടും പോലെ വിഭജിച്ച് പഠിച്ചു കഴിയുമ്പോൾ അവനിൽ തന്നെയുള്ള ചില കൊമ്പും പല്ലും എല്ലാം എന്തോ ചെയ്യും? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ എന്ന ഭാവത്തിൽ അങ്ങനെ പൊങ്ങി നിൽക്കുന്ന ചില കൊമ്പുണ്ട്. കാട്ടുപോത്തിന്റെ കൊമ്പിനേക്കാൾ വമ്പത്തരമുള്ള ചില കൊമ്പുകളുണ്ട്. വചനം വേണ്ടും വിധത്തിൽ അകത്തോട്ട് ചെല്ലുമ്പോൾ ഈ കൊമ്പ കൂടിയും. വേറെ ആരും എന്റെ അടുക്കങ്ങും വരരുതെന്നും പറഞ്ഞു കോമ്പല്ലിങ്ങനെ തള്ളിരിപ്പുണ്ട്. അത് ഒടിഞ്ഞു പോവുകയും ഒരുവനെ സ്നേഹത്തോട് ആശ്ലേഷിക്കാൻ കഴിയുകയും ചെയ്യണമെങ്കിൽ ഈ ഉളിപ്പല്ലും കോമ്പല്ലും ഇങ്ങനെ മുമ്പോട്ട് തള്ളി നിൽക്കുന്ന ഒരാൾക്ക് ഒരു വിശുദ്ധീകരണം കൊടുക്കേണ്ട അവസ്ഥയെന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു നടക്കുന്ന കാര്യമല്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് ആകെപ്പാടെ കുഴപ്പമാണ്. അയൽവക്കക്കാർക്ക് ഭയങ്കര ദോഷമായിരിക്കും. അപ്പം ഈ പല്ല് പോകണമെങ്കിൽ എന്തോ ചെയ്യണം? വചനം പഠിച്ചേ പറ്റും.
ചില ആവശ്യമില്ലാത്തതായിരിക്കുന്ന ഇടപാടുകൾ, ഇങ്ങനെ തലക്കനങ്ങൾ, ധാർഷ്ട്യം, ധിക്കാരം, താൻ പോരുമ, ഇതെല്ലാം ഇടിഞ്ഞ് തകർന്ന തരിപ്പണമായി ദൈവം ആഗ്രഹിക്കുന്ന ഒരു രൂപത്തിലേക്ക് വരണമെങ്കിൽ വചനം എന്ത് ചെയ്തേ പറ്റൂ? ആധികാരികമായി പഠിച്ചേ പറ്റുകയുള്ളൂ. അതാണ് ആയിത്തീരുക എന്ന പ്രക്രിയ. അപ്പൊ നമ്മിലേക്ക് വചനം അതിന്റെ തനിമയിൽ എത്തപ്പെട്ട് കഴിയുമ്പോൾ നമ്മിൽ തന്നെയുള്ള ദൈവദ്വേഷിതമായ, ദൈവവചനത്തിന് നിരക്കാത്തതായ സമസ്ത ദോഷങ്ങളും നമ്മളറിയാതെ അങ്ങ് വിട്ടുപോകാനിടയായി തീരും. വചനം അത് ചെയ്തെടുക്കും. വചനത്തിന്റെ കരുത്ത് അപാരമാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സംഗതി എന്താ? ഇങ്ങനെ ആയിത്തീർന്ന ഒരാൾ വീട്ടിൽ അടച്ചിരിക്കുക, പള്ളിയുടെ നാൽച്ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുക എന്നതല്ല. പിന്നെന്തോ ചെയ്യണം? ആ വ്യക്തി അറിയിക്കണം. ടു മേക്ക് നോൺ. ഞാൻ അറിഞ്ഞു, ഞാൻ ആയിത്തീർന്നു, അതുകൊണ്ട് എനിക്ക് അടങ്ങിയിരുന്നുകൂടാ. എന്നെ ആക്കി തീർത്ത ഈ വചനത്തെ എനിക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ? പ്രഘോഷിച്ചേ പറ്റൂ. അതുകൊണ്ട് പഠിക്കാൻ വന്നിരിക്കുന്ന ഇത്രത്തോളം ആളുകൾ ഈ പഠനം കഴിഞ്ഞ ശേഷം എന്തോ ചെയ്യാൻ പൊക്കോണം? അറിയിക്കാൻ പോകണം. ജോലിക്ക് പോകലെന്ന് ഞാൻ പറയുന്നില്ല. ജോലിക്ക് പൊക്കോണം, വീട്ടിൽ പൊക്കോണം, നാട്ടിൽ പൊക്കോണം, ഇതെല്ലാം ചെയ്തോണം. ഇതിനിടയിൽ എന്തോ ചെയ്തോണം? വചനം അറിയിക്കണം. വചനം അറിയിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പം വചനം അറിയിക്കുക എന്ന മഹത്തായ ദൗത്യം നമ്മിൽ പ്രാരംഭ ക്ലാസ്സിൽ തന്നെ ദൈവാത്മാവ് തരികയാണ്. ഒരു വാക്യം അതിനാധാരമായിട്ട് വായിച്ച് മർക്കോസിന്റെ സുവിശേഷം 16:19. മർക്കോസ് 16:19. അവരോട് അരുളിച്ചെയ്ത ശേഷം സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തു അവരോട് അരുളിച്ചതിന് ശേഷം സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു, പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു. കുത്തിട്ടിട്ട് അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. ആ വാക്യത്തിന്റെ ഘടന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒത്തിരി പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു ആന്തരികമായിരിക്കുന്ന യാഥാർത്ഥ്യം ഒളിഞ്ഞെടുക്കുന്നതിനെ നമ്മൾ കടഞ്ഞെടുക്കേണ്ടതുണ്ട്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? കർത്താവായ യേശു സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു, പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു. ഉണ്ടോ? യേശു എവിടെയായിരുന്നു? ഇതുവരെ എവിടെയായിരുന്നു? ഭൂമിയിലായിരുന്നു. 200 മൈൽ വിസ്തൃതിയിലുള്ള ഫലസ്തീനായുടെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എല്ലാ ഇടവഴികളിലും പരിപാടികളിലും, ഗലീലയുടെ തീരപ്രദേശങ്ങൾ, ഫലസ്തീന്റെ പ്രാന്തപ്രദേശങ്ങളിൽ, കഫർനഹൂമിന്റെ തെരുവോരങ്ങളിൽ, പട്ടണ പ്രാന്തങ്ങളിൽ എല്ലാം, നാലാൾ കൂടുന്ന സകല കവലകളിലും നിന്നുകൊണ്ട് മാനസാന്തരത്തിന്റെ സുവിശേഷം ശക്തമായി വ്യക്തമായി പ്രസംഗിച്ചു. നിരവധി ആളുകൾ അതിലേക്ക് കാന്തികമായി ആകർഷിച്ചു. ഏതാണ്ട് 3.5 വർഷക്കാലത്തെ അനുഗ്രഹീതവും സമഗ്രവുമായ സുവിശേഷീകരണ ശുശ്രൂഷയ്ക്കൊടുവിൽ അതെല്ലാം അവസാനിപ്പിച്ച് രക്ഷാകര ദൗത്യം കൂടെ നിവർത്തിച്ചനന്തരം അവന്റെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. ആ പ്രയോഗം ശ്രദ്ധിക്കണം. ഇരുന്നു. ആർക്കാ ഇരിക്കാൻ പറ്റുന്നതെന്നറിയാമോ? വേല തകച്ചവനായി ഇരിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? വേല തകച്ചവനെ എന്ത് ചെയ്യാവും? ഇരിക്കാവൂ. വേല തകച്ചവൻ. അപ്പം ഇവിടുത്തെ വേല തികച്ചു. പിതാവിന്റെ ഇഷ്ടത്തിന്റെ നിർവഹണത്തിനും വേണ്ടി തന്നെ ഏൽപ്പിച്ച സമസ്ത ജോലികളും നിവർത്തിച്ച് സ്വർഗത്തിലേക്ക് ചെന്നപ്പോൾ കസേര കൊടുത്തു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവൻ അവിടെ ഇരുന്നു. ഓക്കെ, ഇരുന്നു എന്ന് എഴുതി കഴിഞ്ഞിട്ട് പിന്നെന്തോ വായിക്കുന്നത്? അവർ പുറപ്പെട്ടു. കർത്താവ് സ്വർഗത്തിലിരിക്കുന്നു, അവർ പുറപ്പെട്ടു. ആരാണ് ഈ അവർ? ശിഷ്യന്മാർ. അവർ പുറപ്പെട്ടു എന്ന് പറയുന്നത് എവിടെ? ഭൂമിയിൽ എല്ലായിടത്തും. കർത്താവ് സ്വർഗത്തിലിരിക്കുന്നു, ശിഷ്യന്മാർ എവിടെ പോയി? കർത്താവ് ഇന്നലെ നടന്ന വഴികളിലൂടെ ശിഷ്യന്മാരുടെ കാലുകൾ ഓടുന്നു. കർത്താവ് ഇന്നലെ അന്വേഷിച്ച ഇടങ്ങളിൽ ശിഷ്യന്മാരുടെ കണ്ണുകൾ അന്വേഷിക്കുന്നു. കർത്താവ് ഇന്നലെ സ്പർശിച്ച രോഗികളിൽ ശിഷ്യന്മാരുടെ കൈകൾ സ്പർശിക്കുന്നു. കണ്ടോ? അപ്പോൾ കർത്താവ് പോയ ആ വഴികളിലൂടെ കർത്താവ് ചെയ്ത അതേ ശുശ്രൂഷ അതേ നിലവാരത്തിൽ ചെയ്യുവാൻ അവർ പുറപ്പെട്ടു. മനസ്സിലായോ? അപ്പൊ കർത്താവ് ഇരുന്നു. കർത്താവ് ഇരിക്കുന്നതിന്റെ കാരണം എന്താ? അവർ പുറപ്പെടാൻ ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ അറിയിക്കുക എന്നതിന്റെ ആധികാരികത മനസ്സിലായോ? കർത്താവ് അവിടെ ഇരിക്കുന്നത് തന്റെ പേരെ തികച്ചിട്ട. ഇപ്പോൾ നമ്മുടെ പേരെ തികഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? അറിയിച്ചേ പറ്റൂ. പുറപ്പെട്ടേ പറ്റുകയുള്ളൂ. ആ ഒരു സംഗതി നാം തിരിച്ചറിയണം. ഇന്നത്തെ കാലത്തിൽ അതും കൂടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. കർത്താവ് അവിടെ ഇരിക്കുന്നു, നമ്മൾ ഇവിടെയും ഇരിക്കുന്നു. കർത്താവ് സ്വർഗത്തിലിരിക്കുന്നു, സഭ ഭൂമിയിലിരിക്കുന്നു. അതുകൊണ്ട് സുവിശേഷീകരണം വേണ്ട വിധത്തിൽ എന്ത് ചെയ്യുന്നില്ല. AD 52 സെന്റ് തോമസ് കേരളത്തിൽ വന്നതെന്നാണ് നമ്മുടെ ചരിത്രം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനെ ചെയ്യാനൊന്നും പോകണ്ട. വന്നില്ലെന്നും വന്നെന്നും 52 അതിന് ഇച്ചിരി മുമ്പേ വന്നു, അല്പം വൈകിയ വന്നെന്നൊക്കെ പറയുന്നു. എങ്ങനായാലും കുഴപ്പമില്ല. 52 മുതലുള്ള സുവിശേഷ പാരമ്പര്യം നമുക്കുണ്ടല്ലോ, അത് നല്ലൊരു കാര്യം. പക്ഷേ 52 മുതൽ 2015 വരെയുള്ള ഈ കാലഘട്ടം അത്രയുമുള്ള നാൾവഴികളെ നമ്മൾ പരിശോധിച്ചാൽ ഒരു പരസ്യവും പോലും നടന്നിട്ടില്ലാത്ത എത്ര കവല കേരളത്തിലുണ്ടെന്നറിയാമോ? പിന്നല്ലേ ഉത്തരേന്ത്യൻ സുവിശേഷീകരണം.
ഉത്തർപ്രദേശിനെയും ഹരിയാനയും ബീഹാറിനെയും ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. കേരളത്തെ തന്നെ ആദ്യം നോക്ക്. പുല്ലാട്, കുമ്പനാട്, പത്തനംതിട്ട, കോഴഞ്ചേരി ആദിയായ ഇടങ്ങളിൽ പന്തക്കോസുകാരനെ തട്ടിയിട്ട് നടക്കാൻ പറ്റത്തില്ല. മറിഞ്ഞു വീണ പള്ളി മുറ്റത്തോട്ട്, ഷാരോന്റെ മുറ്റത്തു എന്ന് പറഞ്ഞാൽ IPCയുടെ മുറ്റത്തോട്ട്, IPCയിൽ എന്ന് പറഞ്ഞാൽ അസംബ്ലി സ്കൂളിലേക്ക്, അവിടെ നിന്ന് ഒന്നുകൂടെ കാരണം പറഞ്ഞാൽ സ്വതന്ത്രന്റെ മുറ്റത്തോട്ടും, സ്വതന്ത്രൻ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞാൽ ചർച്ചകൂടിലേക്ക് ചെന്ന് വീഴും. പിന്നെ ഇടയ്ക്കൊക്കെ ഒത്തിരി പേരില്ലാത്തത് പേരിനി എന്തിടുമെന്ന് ഓർത്ത് വിഷമിക്കുന്നതുമായ ഒത്തിരി സഭകളും സംഘടനകളും, അതിന്റെ ഒക്കെ സംവിധാനമാണ് നമ്മുടെ മധ്യ കേരളം. പക്ഷേ ഉത്തര കേരളത്തിലേക്ക് പോകണം, കോസ്റ്റൽ മേഖലകൾ സന്ദർശിക്കണം. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ പ്രശ്നമുണ്ടായല്ലോ. ആറ്റിങ്ങൽ ചിറയൻകീഴ് മേഖലകളൊന്നും അധികം ദൈവസഭകളില്ല, മനസ്സിലായോ? അപ്പൊ ഈ മേഖലകളൊക്കെ ഇന്നും സുവിശേഷ രഹിത മേഖലയായിരിക്കുന്നു. അപ്പോഴും 52 മുതലുള്ള ചരിത്രം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. എന്താ കാരണം? പുറപ്പെടാൻ ആളില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ശോച്യാവസ്ഥയും കൂടെ നമ്മുടെ സഭയുടെ തലത്തിലുണ്ട് എന്ന വസ്തുത നാം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ദൈവത്തിന്റെ വചനം പഠിക്കാൻ. ഓക്കെ, 3 ചിന്തകൾക്ക് ഞാൻ വിരാമമിടുന്നു. വചനം പഠിക്കുന്നതിന്റെ ആവശ്യകത: 1, അറിയുക. എന്തോ അറിയുക? സ്പിരിച്വൽ സബ്ജക്ട്സ്. ഓക്കെ, ആത്മീയ വിഷയങ്ങൾ. 2, എന്താണ് ഉദ്ദേശം? ആയിത്തീരുക. വചനം അനുശാസിക്കുന്നത് പോലെ ഒരു വ്യക്തിത്വം രൂപീകരണം ഉണ്ടാകണം. നമ്മുടെ മാനുഷികമായിരിക്കുന്ന സമസ്ത വികലതകളും വൈകല്യങ്ങളും വൈകൃതങ്ങളും ഇല്ലാതെ ആയിത്തീർന്നിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വരണം എന്ന് പറഞ്ഞാൽ ഇത് ഓർത്തുകൊള്ളണം, ഈ ചിന്ത ഓർത്തുകൊള്ളണം. പഠിച്ച് ഒടുവിൽ നമ്മൾ വെറും മത്തായി, മർക്കോസും ലൂക്കോസും അന്നമ്മയും ജന്നമ്മയും ശോശാമ്മയും മേഴ്സി ലോസും ഒന്നും ആകുക എന്നുള്ളതല്ല. പഠിച്ച് ഈ പേരുകാർ മുഴുവനും ദൈവത്തിന്റെ മനുഷ്യനാകണം. ആരാകണം? ദൈവത്തിന്റെ മനുഷ്യൻ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക പദവിയാ, അതൊരു വലിയ ഉന്നതമായ തസ്തികയാണ്. ഇവിടെ ഒരു ഉദാഹരണം ഞാൻ പറയാം, ആ ചിന്തയൊന്നും ഇവിടെ സാധൂകരിക്കും. ലുസ്ര ദർബ പ്രദേശങ്ങളിൽ, കൊന്നി അടക്കമുള്ള ദേശങ്ങളിൽ 1-ാം പ്രേക്ഷിത പ്രയാണ വേളയിൽ പൗലോസിന് കിട്ടിയ ഒരു കൊച്ചു പയ്യനുണ്ട്. അപ്പനും അമ്മയും കൂടെ കൊണ്ടുവന്ന് പാസ്റ്ററെ കൊടുത്തു. പൗലോസിന്റെ കൂടെ കൊടുത്തു പറഞ്ഞു, പൊന്നു പാസ്റ്റർ, ഈ കൊച്ചനെ കൂടെ കൊണ്ടുപോകും, ഇവൻ ഇവിടെ നിന്ന് പഴിച്ചു പോകും, കൂട്ടുകാർ കൂടി ഇങ്ങനെ കറങ്ങി നടക്കുക, അതുകൊണ്ട് പാസ്റ്റർ ഇവനെ കൊണ്ടുപോകും, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നേരത്തെ തന്നെ നേർന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്ത ഒരു കൊച്ചനാണ്. എന്തോ പേര്? തിമോത്തിയോസിന്റെ പൗലോസ് കൂടെ കൊണ്ടുപോകണം. നല്ലപോലെ ശുശ്രൂഷകന്മാർക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് പൗലോസ് തിമോത്തിയോസിനെ വിളിക്കുകയാണ്, കുഞ്ഞെ തിമോത്തിയോസെ, മോനെ, മകനെ, നിജപുത്ര, എന്റെ മകനെ എന്നൊക്കെ വിളിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ വിളിച്ച് കൂടെ കൊണ്ട് നടന്നു. തട്ടിത്തലോടി തഴുകി ദൈവവചനമെല്ലാം പഠിപ്പിച്ച പ്രസംഗ വേദികളിൽ തനിക്ക് പകരമൊക്കെ നിർത്തി കൊച്ചു പ്രബോധനങ്ങൾക്കും ഒക്കെ അവസരങ്ങൾ കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നു. കാലങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ ഒരു വിശേഷമായിരിക്കുന്ന അറിവ് പൗലോസിന്റെ ഉള്ളിൽ ദൈവാത്മാവ് കൊടുത്തിട്ടാകണം. 1 തിമോത്തിയോസിന്റെ ലേഖനം തിമോത്തിയോസിന് വേണ്ടി എഴുതി ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യത്തെ അധ്യായങ്ങളിലൊക്കെ മകനെ തിമോത്തിയോസേ, എന്റെ മകനെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒടുവിൽ 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ വന്നപ്പോൾ മകനെ എന്നൊക്കെയുള്ള വിളി നിർത്തിയിട്ട് പൗലോസ് വിളിക്കുന്നൊരു വിളിയുണ്ട്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോ എന്ന് പറഞ്ഞാൽ പൗലോസിനൊരു കാര്യം മനസ്സിലായി. ഇനിയിപ്പൊ ഇവനെ കയറി മോനെ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല. അവൻ എന്നോളം ഭാഗമായി ശുശ്രൂഷയിൽ വചനം പഠിച്ച് ദൈവശാസ്ത്രത്തിന്റെ അതിശ്രേഷ്ഠമായ ആലോചനകൾ അകത്തളത്തിൽ ഏറ്റെടുത്ത് തനിക്ക് പകരം നിൽക്കുവാൻ തക്ക നിലയിലേക്ക് ഇനി എന്നെ കർത്താവ് ഇന്നലെ തിരിച്ചു വിളിച്ചാൽ എനിക്ക് പകരം അപ്പോസ്തലിക ശുശ്രൂഷയ്ക്കോ സഭാ ശുശ്രൂഷയ്ക്കോ പ്രേക്ഷക പ്രയാണത്തിനൊക്കെ കരുത്തോടെ നിൽക്കുവാൻ അവൻ പ്രാപ്തനായി, പാകമായി. അതുകൊണ്ട് ഇനി അവനെ എന്തോ വിളിക്കുന്നു ഇപ്പം? അപ്പൊ ദൈവവചനം പഠിച്ച് ഒടുവിൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു തട്ടകമാണ് ഏതെന്ന് പറയുന്നത് ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് പറയുന്നത്. അതാണ് ആയിത്തീരുക. അപ്പൊ വചന പഠനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആയിത്തീരണം. 3-ാമത്തേത് ഞാൻ പറഞ്ഞത് അറിയിക്കുക എന്ന്. ഓക്കെ, അറിയിക്കുക എന്നതിന് ഇതുപോലെ ഒരു ചിന്ത കൂടെ അതിനെ സാധൂകരിക്കുവാൻ പിന്താങ്ങുവാൻ തരാം. ഒരു വാക്യം വായിച്ച്, റോമാലേഖനം അതിന്റെ 15-ാം അധ്യായം 19-ാമത്തെ വാക്യം. റോമർ 15:19. അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ചു. യെരൂശലേം മുതൽ ഇല്ലൂരിയ ദേശം വരെ ചുറ്റി സഞ്ചരിച്ചു. റഫറൻസ് കുറിച്ചോണം റോമാലേഖനം 15-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഞാൻ യെരൂശലേം മുതൽ ഇല്ലൂരിയ ദേശം വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ഓ, കണ്ടോ? അപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാ? അറിയിക്കുവാൻ വേണ്ടിയാ. ഓക്കെ, അപ്പൊ അത് മറക്കരുത്. എന്തോ വേണ്ടിയാ? അറിയിക്കുക, ടു മേക്ക് നോൺ, അതിനു വേണ്ടിയാ. അങ്ങനെ ഒരാള് കർത്താവിനെ അറിഞ്ഞ് വചനം പഠിച്ച് പക്വത വന്നു കഴിഞ്ഞപ്പോൾ അറിയിക്കേണ്ടതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. യെരൂശലേമിൽ തുടങ്ങിയ സുവിശേഷ ഘോഷണം എവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു? ഇല്ലൂരിയ വരെ. യെരൂശലേം തുടങ്ങി ഇല്ലൂരിയ വരെ. ആ പ്രയോഗത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? യെരൂശലേം മുതൽ ഇല്ലൂരിയ വരെ. അങ്ങനെ പോകാനുള്ള കാരണം എന്താ പൗലോസ് എന്ന് ചോദിച്ചാൽ,
യാത്രാ സൗകര്യമായിട്ട് നാഷണൽ ഹൈവേ ഇങ്ങനെ ഒത്തുകിട്ടിയപ്പോൾ വിട്ടുപോയതാണോ വണ്ടി? അല്ലല്ല. യെരുശലേം മുതൽ ഇല്ലൂരിയ വരെ പോയതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോസ്തലപ്രവൃത്തി 1:8 കാരണം. ആദ്യം യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും പോകണം എന്ന 1:8 എന്ന മഹത്തായിരിക്കുന്ന ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് യാത്ര ആരംഭിച്ചതാണ്. യെരുശലേമിൽ സുവിശേഷ പ്രവർത്തനം ഇഷ്ടം പോലെയുണ്ട്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അടക്കമുള്ള അപ്പോസ്തലന്മാരെല്ലാവരും യെരുശലേമിൽ മാത്രമാണ് ക്രൂസൈഡ്, സെമിനാർ, കൺവെൻഷൻ, ബൈബിൾ സ്റ്റഡി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ആരും യെരുശലേം വിട്ടുപോകുന്നതേയില്ല. യെരുശലേമിന്റെ അതിർത്തി കടന്ന് വേറെ ആരും അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ പോകാതിരിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1:8 ഇവിടെ നിവൃത്തിയാകാതിരിക്കുമ്പോൾ ഒരുവനെ ദൈവം തെരഞ്ഞെടുക്കുന്നു ജാതികളുടെ അപ്പോസ്തലനായിട്ട്. അവൻ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1:8 എന്ന മഹത്തായിരിക്കുന്ന ദർശനം അകത്തളത്തിലേക്ക് വന്നപ്പോൾ താൻ യെരുശലേമിൽ മാത്രം ഒതുങ്ങിയില്ല. പിന്നെ അവളോട് പോയി ഇല്ലൂരിയ വരെ. ഇല്ലൂരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം അറിയണം. ഇന്നത്തെ യൂഗോസ്ലോവിയ എന്ന് പറയുന്ന രാജ്യമാണ് ഇല്ലൂരിയ എന്ന് പറയുന്നത്. യൂഗോസ്ലോവിയ കേട്ടില്ലേ അങ്ങനെ സംഗതി? യൂഗോസ്ലോവിയയും ബൾഗേറിയയും ഒന്നിച്ചു നിന്ന സംയുക്തമായി നിന്ന കാലത്തിന്റെ പേരാണ് ഇല്ലൂരിയ എന്ന് പറയുന്നത്. യൂഗോസ്ലോവിയ അബുദാബിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ടു യൂഗോസ്ലോവിയൻ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ബോർഡ് കണ്ടത് ഓർക്കുന്നുണ്ട്. യൂഗോസ്ലോവിയൻ ഫർണിച്ചർ. യൂഗോസ്ലോവിയയും ബൾഗേറിയയും കൂടെ ഒരുമിച്ച് നിന്ന കാലത്താണ് ഇല്ലൂരിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അതിന് ആഭ്യന്തര കലാപത്തിലൂടെ രണ്ടായി മാറി. നോർത്തേൺ പാർട്ടും സൗത്തേൺ പാർട്ടും 2 രാജ്യങ്ങളായി മാറി. അതിൽ നോർത്തേൺ പാർട്ടാണ് ഇല്ലൂരിയ എന്ന പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്ന യൂഗോസ്ലോവിയ. യൂഗോസ്ലോവിയയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? യൂഗോസ്ലോവിയയുടെ അങ്ങേ അറ്റം വരെ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഭൂമിയില്ല. മനസ്സിലായില്ലേ? അങ്ങോട്ട് പിന്നെ ഭൂമിയില്ല. അവിടെ കൊണ്ട് തീരുകയാണ് സംഭവം. മനസ്സിലായില്ലേ? പിന്നെ അങ്ങോട്ട് മനുഷ്യന് പോകാൻ പറ്റാത്ത നിലയിൽ ഹിമാവരണമുള്ള ഒരു മേഖലയാണ്. അപ്പം അവിടെ കൊണ്ട് യൂറോപ്പിന്റെ അങ്ങേ അറ്റമാണ്. അവിടെ കൊണ്ട് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് തിരിച്ചു പോരുന്നു. പോകാൻ പറ്റാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് താന് തിരിച്ചു വരുന്നു എന്ന് പറയുന്നതിന്റെ കാരണം 22-ാമത് വാക്യം വായിച്ച് 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. പലപ്പോഴും മുടക്കം വന്നു. ഇപ്പോഴും എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായികയാൽ. അറിയിക്കണമെന്നുള്ള ദൗത്യം ഏറ്റെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പദപ്രയോഗമാണത്. എനിക്ക് ഇപ്പോൾ ഈ ദിക്കുകളിൽ ഇനി എന്തോ ഇല്ല, സ്ഥലമില്ലായികയാൽ എന്ന് പറഞ്ഞാൽ എന്തോ എന്റെ അർത്ഥം? ഞാൻ എല്ലായിടത്തും സുവിശേഷം അറിയിച്ചു. ഞാൻ കേരളത്തൊരു വീടിന് ഇവിടെ ഇല്ല. ഞാൻ സുവിശേഷം അറിയിക്കാത്ത ഒരാൾ ഇവിടെ ഇല്ല. എന്റെ ഒരു കവലപ്രസംഗം കേട്ടിട്ടില്ലാത്ത ഒരാൾ ഇവിടെ ഇല്ല. ഞാൻ പോയി യോഗം നടത്താത്തൊരു കവല ഇനി ഇവിടെ അവശേഷിക്കുന്നില്ല. കണ്ടോ? അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടുള്ള സുവിശേഷം പൗലോസ് അല്ലാതെ വേറെ ആരില്ല. മനസ്സിലാകുന്നുണ്ടോ? എനിക്കിനി ഇവിടെ സ്ഥലമില്ലായികയാൽ ഞാൻ സ്പാന്യയിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങളെ കാണാൻ റോമക്കാരെ ആഗ്രഹിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, എന്നാ തീവ്രമായ സുവിശേഷീകരണ ദർശനമാണ്. എനിക്കിനി ഇവിടെ സ്ഥലമില്ലായി. ഞാനിവിടെ പ്രവർത്തിച്ച് ഈ മേഖല മുഴുവനും പ്രവർത്തിച്ച് തീർന്നു. എനിക്കിനി ഇവിടെ സ്ഥലമില്ലായി. ഒരു സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞൊരു കത്ത് കേന്ദ്രത്തിൽ കിട്ടിയതായിട്ട് അറിയാമോ? എനിക്കിനി ഈ സ്ഥലത്ത് നിൽക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് എത്രയും വേഗം അടിയന്തരമായിട്ടൊരു സ്ഥലമാറ്റം വേണം എന്നുള്ള കത്ത് കിട്ടിയിട്ടുണ്ട്. കാരണം ഇനി ഞാൻ ഇവിടെ നിന്നാൽ നാട്ടുകാരെന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് എനിക്ക് അടിയന്തരം യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്തോ വേണം, ഒരു സ്ഥലമാറ്റം വേണം എന്നാവശ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട്. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നത് എനിക്കിനി ഇവിടെ ഒരു സ്ഥലമാറ്റം വേണം. എന്തുകൊണ്ട്? ഇവിടെ സ്ഥലം ഇല്ല. അത്ര കണ്ട് അറിയിക്കുവാനുള്ള ആ ഒരു ദർശനം, അതാണ് അറിയിക്കുക എന്ന ഭാഗത്ത് നാം അറിയേണ്ടത്. അപ്പം നിങ്ങൾ ഒത്തിരി തിരക്കുള്ളവരാണെന്നറിയാം. എങ്കിലും അവസരം അനുകൂലമായി ഒത്തുകിട്ടുമ്പോൾ അറിഞ്ഞ സുവിശേഷത്തിന്റെ സത്യങ്ങളെ വേറെ കാതിലെത്തിക്കേണ്ടതിനുള്ളതായിരിക്കുന്ന ദർശനം ഏറ്റെടുത്താൽ ചിലർക്കത് പറയാനായിട്ട് മടിയ, പറയാൻ അറിയാം, ഉള്ളിൽ ഇങ്ങനെ തികട്ടി വരും. പക്ഷെ പറയാനൊരു പേടി. പറയുമ്പോൾ പുള്ളിയുടെ പ്രതികരണം എന്താ? ഇനി എന്തെങ്കിലും കുടുക്ക് ചോദിച്ചാൽ ഞാൻ രക്ഷപ്പെടുമോ? ആകെപ്പാടെ പ്രശ്നമാണ്. അതിനൊറ്റ പോംവഴിയുള്ളൂ. പറയുവാനുള്ള ദാഹം എനിക്ക് തരണമേ, പറയുവാനുള്ള ത്രാണി തരണമേ എന്ന് കർത്താവിനോട് നിരന്തരം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പം അറിയുക, ആയിത്തീരുക, പിന്നെ എന്ത് ചെയ്യുക? അറിയിക്കുക. ഇങ്ങനെ 3 മഹത്തായ ഉദ്ദേശങ്ങളാണ് ബൈബിൾ പഠനത്തിലുള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. മുഖവരയ്ക്ക് വിരാമമിടുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഹെഡിങ് എഴുതിക്കൊള്ളുക: എഫെസ്യ ലേഖനം അതിന്റെ പ്രസക്തി. എഫെസ്യ ലേഖനം അതിന്റെ പ്രസക്തി. അതാണ് ഹെഡിങ്. ഹെഡിങ്ങിൽ നിന്നുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ഇനി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് എഫെസ്യ ലേഖനാധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ സബ്ജക്ട് കൊണ്ടുപോകുന്നത് എന്നതുകൊണ്ട് എഫെസ്യ ലേഖനത്തെ കുറിച്ചുള്ള ചില പ്രസക്തമായിരിക്കുന്ന ചിന്തകൾ ആദ്യമേ നാം അറിഞ്ഞിരിക്കണം. എഫെസ്യ ലേഖനം ഒരാവർത്തിയല്ല, പല ആവർത്തി വായിച്ചിട്ടുള്ളവരാണ് ഇവിടെയുള്ളവരെന്ന് എനിക്കറിയാം. ഒരാവർത്തി പോലും വായിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടോ?
അങ്ങനെയൊക്കെയുള്ള ചോദ്യം ഞങ്ങളോട് വേണോ എന്നാണ് ചിലരുടെ മുഖത്തുനിന്ന് വിരിയുന്ന ഭാവം. ഓക്കെ, ചിലർ വായിച്ചിട്ടുണ്ടാകില്ല. ചിലർക്ക് സങ്കീർത്തന ഭാഗങ്ങളാണ് കൂടുതൽ താല്പര്യം, ലേഖനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. ചിലർക്ക് സുവിശേഷ ഭാഗങ്ങളാണ് വലിയ താല്പര്യം, ചിലർക്ക് പഴയ നിയമ ഭാഗങ്ങളാണ്. എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ലേഖനങ്ങൾ എന്ന് പറയുന്നത് ഏറെ ഹൃദ്യമാണ്, ഏറെ ആത്മപ്രചോദിതമാണ്. ഉപദേശത്തിന്റെ നാനാവിധമായ കാറ്റിനാൽ അലഞ്ഞുഴന്നു പോകാതിരിക്കേണ്ടതിന് ലേഖന പഠനം അനിവാര്യമാണ്. ദുരുപദേശത്തിന്റെ മലവെള്ളപ്പാച്ചിൽ കാട്ടുതീ പോലെ പടർന്ന് കത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ഉപദേശത്തിന്റെ വല്ലാത്തതായിരിക്കുന്ന വ്യാപനത്തിൽ ഏതാ ശരി, ഏതാ തെറ്റ്, ഏത് കൂട്ടമാ ശരി, ഏത് കൂട്ടമാ തെറ്റ്, ഏത് പാസ്റ്റർ റൈറ്റ് ട്രാക്കിൽ, ആരാണ് ട്രാക്ക് മാറി ഓടുന്നത്, ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ലേഖനങ്ങളെ ഐച്ഛികമായി നമ്മൾ പഠിച്ചേ പറ്റും. അതിലേറ്റവും പ്രസക്തമായ ഒരു ലേഖനമാണ് ദൈവശാസ്ത്രത്തിന്റെ പ്രോജ്വലമായ ചിന്താധാരകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അതിമഹത്തായ ഒരു ലേഖനമാണ് ഏതാ? എഫെസ്യ ലേഖനം. 1, 2, 3, 4 എന്ന് അക്കമിട്ട് ലേഖനങ്ങളുടെ ഈ ലേഖന പ്രസക്തിയെ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് എഴുതിക്കും. എഴുതാൻ ഒത്തിരി ഉണ്ട്, എഴുതുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. കടല് കിടന്നപ്പോൾ എഴുത്തിന്റെ ശീലമൊന്നും മാറിയിട്ടില്ലല്ലോ. ഓക്കെ, 1, 2, 3, 4 എന്ന് അക്കമിട്ട് ചിന്തകൾ എഴുതിക്കൊള്ളുക. ഒന്നാമത്തേത് കാരാഗ്രഹ ലേഖനങ്ങളിൽ ഉൾപ്പെട്ടതും ഏക ചാക്രീക ലേഖനവുമാണ് എഫെസ്യ ലേഖനം. എഫെസ്യ ലേഖനം. നോട്ടൊക്കെ തന്നാൽ, ഫോട്ടോസ്റ്റാറ്റ് നോട്ടൊക്കെ തന്നാൽ അതുകൊണ്ടൊന്ന് ഷെൽഫി വെച്ചിട്ട് നോട്ട് കിട്ടിയെന്ന് പറഞ്ഞിരിക്കുകയല്ലാതെ ഇതെല്ലാവരും ഒന്നും വായിക്കത്തില്ല. അപ്പോൾ ഒരാവർത്തി ഇത് എഴുതുമ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് കയറും. പിന്നെ ഇത് വായിച്ചില്ലെങ്കിലും ഇത്രയും കാര്യം മനസ്സിലെന്ത് ചെയ്യും? ഞാൻ ഈ പഠിപ്പിക്കൽ ശുശ്രൂഷ തുടങ്ങിയ കുറേ കാലമായി എല്ലാവർക്കും ഇങ്ങനെ നോട്ട് കൊടുത്താൽ പഠിപ്പിക്കുന്നത്. ഇപ്പം നോട്ട് കൊടുത്തിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ് ചോദ്യം ചോദിച്ചാൽ നോട്ട് കയ്യിലുള്ളത് കൊണ്ട് വേണ്ട വിധത്തിൽ എന്തോ ചെയ്യത്തില്ല, പഠിക്കത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പുതിയ സിസ്റ്റം നോട്ട് അന്നേരം കൊടുത്തങ്ങ് എന്ത് ചെയ്യണം, പഠിക്കുക. അപ്പോൾ ഒരാവർത്തി എഴുതുമ്പോൾ എന്തായാലും നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും? കുറേ കാര്യങ്ങൾ അങ്ങ് കയറും. ഓക്കെ, റെക്കോർഡ് ചെയ്തോണം സാധ്യതയുള്ളവരെല്ലാവരും. അപ്പം അതിന് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോണം. അപ്പം തന്നെ നോട്ട്സും കൂടെ കൂട്ടത്തിൽ കരുതിക്കൊള്ളും. അപ്പം എന്താ എഴുതിയത്? കാരാഗ്രഹ ലേഖനങ്ങളിൽ ഉൾപ്പെട്ടതും പിന്നെ ഏക ചാക്രീക ലേഖനം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ചാക്രീക ലേഖനം. എന്തൊരു മൗനം! ചക്രീകം എന്ന് പറഞ്ഞിടത്തല്ല ഈ മൗനം ഞാൻ കണ്ടതാണ്. ചക്രീകം എന്ന് പറഞ്ഞാൽ സർക്കുലർ. ഓക്കെ, എവർ റോളിംഗ് ട്രോഫി എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾക്ക് സ്വന്തമായി വെക്കാൻ പറ്റില്ല. അവർ കണ്ട ശേഷം എന്തോ ചെയ്യണം? അടുത്ത ആളിന് കൊടുക്കണം. അവർ കണ്ട ശേഷം അവർക്ക് വയ്ക്കാൻ പറ്റില്ല, അത് അടുത്ത ആളിന് കൊടുക്കണം. സർക്കുലർ എന്നുള്ളതിനാണ് ചക്രീക ലേഖനം എന്ന് പറയുന്നത്. സർക്കുലർ ലെറ്റർ എന്നതാണ്. എവർ റോളിംഗ് എന്നുള്ളത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് ചക്രീക ലേഖനം എന്നത് പറയുന്നത്. ഓക്കെ, അപ്പം രണ്ടിനെ വിശദീകരിക്കുക. ഓരോ ചിന്തകളും നൽകിയിട്ട് അതിന് വിശദീകരണം കൂടെ തരാം. ഓക്കെ, ആ വിശദീകരണത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന പക്ഷം അത് കുറിച്ചുകൊള്ളണം, ലെക്ചർ നോട്ട് എന്ന പോലെ. കാരാഗ്രഹ ലേഖനങ്ങളിൽ ഉൾപ്പെട്ട ഒരു ലേഖനമാണ് എഫെസ്യ ലേഖനം. കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയുന്നത് സുവിശേഷ നിമിത്തം കാരാഗ്രഹത്തിൽ കഴിയേണ്ടി വന്ന ഒരു അനുഗ്രഹം പൗലോസിനുണ്ടായിരുന്നു. അപ്പോസ്തലന്മാരെല്ലാവരും പലരും കാരാഗ്രഹത്തിൽ കഴിഞ്ഞവരാണ്. വേദപുസ്തകത്തിന്റെ ആദ്യ പുസ്തകം 30 മുതൽ ഇങ്ങോട്ട് വിശുദ്ധന്മാർ കാരാഗ്രഹത്തിൽ കിടന്നതിനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. ആത്മാവകത്തുണ്ട് എന്ന രാജാവും ജനത്തിനും ബോധ്യമായ യോസഫ് അടക്കമുള്ളവർ കാരാഗ്രഹത്തിൽ കിടന്നിട്ടുണ്ട്, നിരപരാധികളാണെങ്കിലും. അപ്പൊ കാരാഗ്രഹവാസം എന്ന് പറയുന്നത് ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ആക്ഷേപമല്ല, അപമാനമല്ല, അതൊരു തരത്തിൽ അഭിമാനമാണ്. അവര് ഉൾക്കൊണ്ടു നിന്നതും അവര് മുറുകെ പിടിച്ചതുമായ വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടിയാണ് വിശുദ്ധന്മാർ കാരാഗ്രഹത്തിലായത്. ഖജനാവിൽ കൈയിട്ടുവാരി പൊതുജനത്തിന്റെ നന്മ വകമാറ്റി ചെലവഴിച്ച് നിയമവിരുദ്ധമായ നടപടികളിൽ ഏർപ്പെട്ടിട്ട് കാരാഗ്രഹത്തിൽ പോയ വമ്പൻ താരങ്ങളുണ്ട്. ഒരു കാലത്ത് ഇന്ത്യയുടെ നേതാക്കന്മാരെയൊക്കെ കാണണമെങ്കിൽ തീഹാർ ജയിലിൽ പോകേണ്ട ഒരു ഗതികളുണ്ടായിരുന്നു. ഇപ്പൊ ഏതാണ്ടൊക്കെ അതിന് ഒത്തിരി മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം വിശുദ്ധന്മാരായിരിക്കുന്ന ആളുകൾ കാരാഗ്രഹത്തിൽ കിടന്നിട്ടുള്ളത്. ഇരമ്യാവ് കാരാഗ്രഹത്തിൽ കിടന്നിട്ടുണ്ട്. യോസഫ് ആദ്യം നമ്മൾ കാണുന്നു. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ പ്രവാചകന്മാർ പലരും, പിന്നീട് യോഹന്നാൻ സ്നാപകൻ കാരാഗ്രഹത്തിൽ, പിന്നെ അപ്പോസ്തലന്മാരെല്ലാവരും, പൗലോസും കാരാഗ്രഹത്തിൽ കിടന്നിട്ടുണ്ട്. 1, 2, 3, 4 പ്രാവശ്യം.
ഒരിക്കൽ ഒറ്റ രാത്രി ഫിലിപ്പിൻ കാരാഗ്രഹത്തിൽ 1-2 ആഴ്ചകൾ കൈസരിയിലെ കാരാഗ്രഹത്തിൽ, ചില വർഷങ്ങൾ റോമൻ കാരാഗ്രഹത്തിൽ. ഓക്കെ, ഈ കാരാഗ്രഹവാസമെല്ലാം ദൈവസഭയ്ക്ക് ഗുണകരമായി എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അതൊക്കെ വിശദീകരിക്കേണ്ട വിഷയമാണ്, അവിടേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, റോമൻ കാരാഗ്രഹത്തിൽ ഏകദേശം 2.5 വർഷത്തോളം തടവുകാരനായി കഴിഞ്ഞ കാലത്ത് പദം പറഞ്ഞ് കരഞ്ഞ്, എങ്കിലും ഈ ഗതികേട് എനിക്ക് പറ്റിയല്ലോ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി യെരൂശലേം മുതൽ ഇല്ലൂരി വരെ യാത്ര ചെയ്തിട്ട് ഒടുവിൽ എനിക്ക് ഈ ഗതികേട് വന്നല്ലോ എന്ന് പറഞ്ഞ് ആരെയെങ്കിലും ഒക്കെ പഴി പറഞ്ഞ് പദം പറഞ്ഞ് കരയുകയായിരുന്നില്ല. പകരം സ്വസ്ഥമായി, സ്വൈര്യമായി, ശാന്തമായി തനിക്ക് ആ ഉൾമുറിയിൽ ലഭിക്കപ്പെട്ട ശാന്തമായ അന്തരീക്ഷത്തിൽ കർത്താവിനെ ധ്യാനിച്ചു, യേശുവിനെ ധ്യാനിച്ചു. ദൈവസഭയെക്കുറിച്ചുള്ള തനിക്ക് ദൈവം കൊടുത്ത ദർശനത്തെ ഒന്നുകൂടെ ആഴത്തിൽ ചിന്തിച്ചു. അങ്ങനെ താന് കർത്താവിനെ ധ്യാനിച്ചപ്പോൾ തന്റെ ധ്യാനമണ്ഡലത്തിലേക്ക് ലഭിക്കപ്പെട്ട ആത്മീയ ചിന്തകളും ക്രിസ്തുശാസ്ത്ര പ്രധാനമായിരിക്കുന്ന ആലോചനകളും എല്ലാം കൂടെ ഒരുമിച്ച് താന് എഴുതി വിട്ട 4 വിശേഷ ലേഖനങ്ങളുണ്ട്. അവയെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുക. ആ 4 ലേഖനങ്ങൾ ഒന്ന് കുറിച്ചുകൊള്ളണം. അറിയാവുന്നവർ കുറിക്കണമെന്നില്ല, അറിയാത്തവർ കുറിച്ചുകൊള്ളണം. കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന ഖ്യാതി നേടിയിട്ടുള്ള 4 ലേഖനങ്ങൾ: 1 എഫെസ്യ ലേഖനം, 2 ഫിലിപ്പിയ ലേഖനം, 3 കൊലോസ്യ ലേഖനം, 4 ഫിലേമോൻ. ഗുഡ്, ഫിലേമോന്റെ ലേഖനം. ഓക്കെ, അപ്പോൾ എഫെസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ, ഈ 4 ലേഖനങ്ങളെയാണ് എന്താ വിളിക്കുന്നത്? പ്രസന്റ് എപ്പിസ്റ്റൽസ് അഥവാ കാരാഗ്രഹ ലേഖനങ്ങൾ. അപ്പോൾ ആ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഉൾപ്പെട്ട ഒരു ലേഖനമാണ് ഏതെന്ന് പറയുന്നത്? എഫെസ്യർ ലേഖനം. ഇനി ആ വാചകത്തിൽ തന്നെ നമ്മൾ 2ാം എഴുതിയതാണ് ചക്രീയ ലേഖനം. എഫെസ്യർ ലേഖനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സഭയ്ക്ക് വേണ്ടി മാത്രം എഴുതിയതല്ല. ഇത് ഏഷ്യ മൈനറിലുള്ള സകല സഭകളും, ഓക്കെ, എഫെസോസ്, ഫിലിപ്പിയ സഭ, കൊലോസ്യ സഭ, തെസ്സലോനിക്ക സഭ, പിന്നെ അതേപോലെ ബെറോവയിലുള്ള സഭ, ക്രേത്തയിലുള്ള സഭ, ഇവരെല്ലാവരും വായിക്കേണ്ടിയ ഒരു ലേഖനമായിരുന്നു. അതുകൊണ്ട് അതിനെ ചാക്രിക ലേഖനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ വേദപുസ്തകത്തിൽ ആകെ ലേഖനങ്ങൾ എത്രയെന്നറിയാം? ആകെ ലേഖനങ്ങൾ 14. ഗുഡ്. പിന്നെ സഹോദരപക്ഷം എന്താ പറയുന്നു? ട്രോഫി അവർ കൊണ്ടുപോകാൻ അനുവദിക്കാന്ന് പറ, എന്തെങ്കിലും പറ. 14 അവർ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി ആകെ ലേഖനങ്ങൾ 21. വെരി ഗുഡ്. അതാണ് നിങ്ങൾ പറഞ്ഞത് ഗുഡാണ്, അവിടെ പറഞ്ഞത് വെരി ഗുഡാണ്. 14 എന്നുള്ള ഉത്തരം തെറ്റല്ല. കാരണം പൗലോസ് എഴുതിയ ലേഖനങ്ങളാണ് എത്ര? 14. ആകെ ലേഖനങ്ങൾ എത്ര? 21. അപ്പൊ 2 ശരിയാണ്, 2 കൂട്ടരും ശരിയാണ്. ഓക്കെ, അപ്പൊ പൗലോസിന്റെ ലേഖനങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ റോമാലേഖനം മുതൽ എബ്രായ ലേഖനം വരെ 14. ആകെ ലേഖനങ്ങൾ എത്രയാണ്? റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ മൊത്തത്തിൽ എത്ര? 21 ലേഖനങ്ങൾ. ഓക്കെ, ഈ 21 ലേഖനങ്ങളിൽ ഏതെങ്കിലും ചിലത്, അല്ലെങ്കിൽ 20 ലേഖനവും ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാലും എഫെസ്യ ലേഖനത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം എഫെസ്യ ലേഖനം ഏതെങ്കിലും ഒരു സഭയ്ക്ക് വേണ്ടി മാത്രം അഡ്രസ് ചെയ്ത് എഴുതിയതല്ല, സകല വിശുദ്ധന്മാർക്ക് വേണ്ടി കൂടെ ഉള്ളതാണ്. അച്ഛാ, അവിശ്വാസികളുമായിട്ട് ഇണയില്ല പിണ കൂടരുതെന്നൊക്കെ വേദോത്സവത്തിൽ എഴുതിയിട്ടില്ലേ? പൗലോസ് ലേഖനങ്ങളിലൂടെ ശക്തമായിട്ട് പഠിപ്പിച്ചിട്ടില്ലേ അച്ഛൻ? പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഇടപാടൊക്കെ ഒപ്പിക്കുന്നേ? രക്ഷിക്കപ്പെടാത്തവന് മദ്യപാനിയുമായിട്ടൊക്കെ അച്ഛനെന്തിന് ഈ കൂട്ടുകച്ചവടം നടത്താൻ പോകുന്നൊരു പാസ്റ്റർ വിശ്വാസിയെ വിളിച്ച് പ്രബോധിപ്പിച്ചപ്പോ അതേ ചോദിച്ചു, എവിടെ എഴുതിയിരിക്കുന്ന പാസ്റ്ററെ? കൊരിന്ത്യലേഖനം അച്ഛൻ വായിച്ചിട്ടില്ലേ? അവിശ്വാസികളുമായിട്ട് കൊരിന്ത്യലേഖനം കൊരിന്ത്യർക്ക് എഴുതിയില്ല, അതിന് കോഴഞ്ചേരിക്കാരനായി ഞാൻ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന വമ്പൻ താരങ്ങൾ ദൈവസഭയ്ക്ക് അകത്തുണ്ട്. അങ്ങനെ ആരെങ്കിലും ചോദിക്കാൻ ഒരുമ്പെടുന്നുണ്ടെങ്കിൽ ആ പുള്ളിക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ലേഖനമാണ് ഏത്? എഫെസ്യ ലേഖനം. കാരണം കൊരിന്ത്യ ലേഖനം കൊരിന്ത്യർക്കുള്ളതാ, കൊലോസ്യ ലേഖനം കൊലോസ്യർക്കുള്ളതാ, എനിക്കതുമായിട്ട് ബന്ധമില്ലെന്ന് ആരെങ്കിലും കോഴഞ്ചേരിക്കാരനോ കോട്ടയക്കാരനോ പറഞ്ഞാലും എഫെസ്യ ലേഖനം ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റിവെക്കാൻ പറ്റത്തില്ല. 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫസോസിലുള്ള എന്നൊരു പ്രയോഗമുണ്ട്. നോക്കിക്കേ, ബൈബിളിൽ എഫസോസിലുള്ള എന്ന പ്രയോഗം ബ്രാക്കറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എഫസോസിലുള്ള എങ്ങനെ കൊടുത്തിട്ടുള്ളത്? ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓൾഡ് മാനുസ്ക്രിപ്റ്റിൽ എന്ന് പറഞ്ഞാൽ പൗലോസ് എഴുതിയ പുരാതന കയ്യെഴുത്ത് പ്രതിയിൽ എഫസോസിലുള്ള എന്ന പ്രയോഗമില്ലായിരുന്നു. പിന്നീട് ഇത് ക്രോഡീകരിച്ച കാലത്ത് ആരോ പണ്ഡിതന്മാർ ചേർത്തതാകാം. അങ്ങനെ ചേർത്തപ്പോൾ അതിനകത്ത് പണ്ഡിതായില്ലായിരുന്നു. പണ്ഡിതന്മാർ അതിനെ എല്ലാവരും അനുകൂലിച്ചില്ല. അപ്പൊ പിന്നെ ചിലരതിനെ അനുകൂലിച്ചു. എഫസോസിലേക്ക് ഒരു ലേഖനം പൗലോസ് എഴുതാൻ സാധ്യതയുണ്ട്, അത് ഇത് തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെ അഭിപ്രായ ഭിന്നത വന്നപ്പോൾ ഒരു കാര്യം ചെയ്തു. അപ്പൊ എഫസോസിലുള്ള എന്നുള്ളത് എന്ത് ചെയ്തേക്കാം, ആവശ്യമുള്ളവരെടുത്തോട്ട്, അല്ലാത്തവര് കളഞ്ഞേക്കട്ടെ, അങ്ങനെ പറഞ്ഞ് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എഫെസ്യ ലേഖനം എല്ലാ സഭകൾക്കും വേണ്ടിയും കൂടെ എഴുതിയത്. അതുകൊണ്ടാണ് വായിച്ചിട്ടുള്ളവർക്കറിയാം അതിനകത്തൊരു വ്യക്തി പരാമർശമില്ല, അതിനകത്തൊരു താക്കീതില്ല, അതിനകത്തൊരു ശകാരമില്ല, അതിനകത്ത്
പ്രകോപനങ്ങളില്ല, പ്രതികരണങ്ങളില്ല, പ്രതിരോധങ്ങളില്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ഒരു വിശേഷമായിരിക്കുന്ന രചനാ രീതിയാണ് എഫെസ് ലേഖനത്തിൽ ഉള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, കൊരിന്ത്യ ലേഖനം കൊണ്ടൊന്ന് ഗലാത്യ സഭയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഗലാത്യ സഭയുടെ സഭയം കഴിഞ്ഞിട്ട് പാർശ്വ പറയാണ്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നമുക്കൊരു ലേഖനം വായിച്ചിട്ടുണ്ട്, എല്ലാവരും അത് വായിച്ചു കേട്ടിട്ടേ പോകാവൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ വായിച്ച് 1-ാം അധ്യായം ആദ്യമൊക്കെ ഒരു കൃപാവനത്തിന് കുറവില്ലാത്തവരായി നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ് 15-16 വാക്യത്തിലെ വരും. നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് കേൾക്കുന്നു എന്ന് ആ വാക്യം പാസ് വായിച്ചോണ്ടിരിക്കുമ്പോൾ കമ്മറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങും. നമ്മളുടെ ആർക്കാ പിണക്കം? അനിയ പാസ് വായിക്കല്ലേ, കുഴപ്പമുണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ശാന്തമായിട്ട് ആളുകൾ ഇരിക്കുമ്പോൾ 5-ാം അധ്യായം 1-ാം വാക്യം നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. അന്നേരം മുതൽ ആളുകൾ എഴുന്നേക്കാൻ തുടങ്ങും. പക്ഷേ അഡ്രസ് മാറി വന്ന ഇത് നമുക്കുള്ള സാധനം അല്ല, ഇത് കൊടുത്തു വിട്ടേക്കാൻ പറയും. കാരണം കൊരിന്ത്യ സഭയുടെ ലേഖനം ഏത് ഷെൽഫിനെ പറ്റുള്ളൂ? കൊരിന്ത്യർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇനിയും ഗലാത്യ സഭയുടെ ലേഖനം എഫെസോസിലേക്ക് കൊടുത്തെന്നിരിക്കട്ടെ, അവരിങ്ങനെ വായിച്ചു വരുമ്പോൾ 3-ാം അധ്യായത്തിൽ ബുദ്ധിയില്ലാത്തവരെന്നും പറഞ്ഞൊരു പ്രയോഗം അവരന്നേരെ ഇത് വലിച്ചു കീറി കത്തിച്ചോട്ടെ. മനസ്സിലായി? അപ്പം ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം ഗലാത്യയുടെ ഷെൽഫിൽ മാത്രം, കൊരിന്ത്യരുടേത് കൊരിന്ത്യർക്ക് മാത്രം. കൊലോസ്യ ലേഖനമാണെങ്കിലോ നിങ്ങളുടെ ഇടയിൽ പെരുവയറന്മാരും ദുഷ്ടജന്തുക്കളും ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് ചിലപ്പോൾ അത് എന്നെ ഉദ്ദേശിച്ച് മാത്രം ആയിരിക്കും എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഈ ലേഖനങ്ങളെല്ലാം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതാത് ലേഖനങ്ങൾ അതാത് സഭകൾക്ക് വേണ്ടി മാത്രമുള്ളതായി റിസർവ് ചെയ്യപ്പെടുമ്പോൾ ആർക്കും ഒഴിവാക്കാനൊക്കാത്ത ഒരു ഉത്തമ ലേഖനം, ഉദാത്ത ലേഖനം, ഉത്കൃഷ്ട ലേഖനം, അതാണ് ഏത്? എഫെസ് ലേഖനം. മനസ്സിലായോ? അത്രയും കാര്യങ്ങൾ 1-ാമത്തെ ചിന്തയിൽ നിന്ന് വിടകൊള്ളുന്നു. ഇനി രണ്ടാമത്തെ പ്രസക്തി നമ്പർ 2 എഴുതിക്കും. 21 ലേഖനങ്ങളുടെയും റാണി എന്ന വിശേഷ നാമം ഉള്ള ലേഖനമാണ് എഫെസ് ലേഖനം. 21 ലേഖനങ്ങളുടെയും റാണി, ദ ക്യൂൻ ഓഫ് ദ എപ്പിസ്റ്റൽസ് എന്ന് വിളിക്കുന്നത് എഫെസ് ലേഖനത്തെ. ദ ക്യൂൻ ഓഫ് ദ എപ്പിസ്റ്റൽസ്. ഓക്കെ, അതാണ് എഫെസ് ലേഖനത്തിന്റെ പ്രസക്തി. ക്യൂൻ ഓഫ് ദ എപ്പിസ്റ്റൽസ്. അത് കൂടുതൽ വിവരിക്കേണ്ട കാര്യമില്ല. ദൈവസഭ എന്ന മഹത്തായ വിഷയം ഇതിനകത്ത് കൈകാര്യം ചെയ്തിരിക്കുന്നത് കൊണ്ട് എഫെസ് ലേഖനങ്ങളുടെ റാണി എന്ന് വിളിക്കുന്നു. ആകെ 6 അധ്യായമേ ഉള്ളൂ, പക്ഷെ അതിനകത്തുള്ള ദൈവശാസ്ത്രത്തിന്റെ സമുന്നതമായിരിക്കുന്ന ചിന്തകളാണ് ഇതിന് ഏത് പട്ടം കൊടുക്കുന്നത്? റാണി പട്ടം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഉണ്ടാകാം ന്യായമായും, ഏതാണ് ലേഖനങ്ങളുടെ രാജാവ്? അങ്ങനെ ചോദ്യം ഉണ്ടായോ മനസ്സിൽ? ഞാൻ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയല്ലേ? അങ്ങനൊരു സംശയം ഉണ്ടായോ? ലേഖനങ്ങളുടെ രാജാവ് ആരാന്നറിയാനുള്ള ഒരു താല്പര്യമുണ്ടോ? റാണി ഉണ്ടെങ്കിൽ ആരുണ്ടാകണം? രാജാവ് ഉണ്ടാകണം. അതേതായിരിക്കും? ലേഖനങ്ങളുടെ രാജാവ് ആരായിരിക്കും? റോമാലേഖനം. വെരി ഗുഡ്. കൊലോസ്യ ലേഖനം. റോമാലേഖനം വിഷയത്തിന്റെ അവഗാഢത കൊണ്ട് ഭയങ്കര സങ്കീർണതയുള്ളതാണ്. ദൈവശാസ്ത്രത്തിന്റെ ഉജ്ജ്വലമായ ചിന്തകളാണ് അതിനകത്തുള്ളത്, അത് സമ്മതിക്കുന്നു. പക്ഷേ കൊലോസ്യ ലേഖനം 4 അധ്യായമേ ഉള്ളെങ്കിലും അതിന് രാജാവ്, ദ കിങ് ഓഫ് ദ എപ്പിസ്റ്റൽസ് എന്ന് വിളിക്കാനുള്ള കാരണം ദൈവത്തിന്റെ പ്രതിമയും സകല സൃഷ്ടിക്കും ആദ്യജാതനും സകലത്തെയും സൃഷ്ടിച്ചവനുമായ ക്രിസ്തു യേശുവിന്റെ ദൈവത്വത്തിന്റെ മഹത്വപൂർണ്ണത കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ ശ്രേഷ്ഠത വിളമ്പുന്ന ലേഖനം കൊലോസ്യ ലേഖനമായതുകൊണ്ട് അതിനെ രാജാവെന്നും, ആ ക്രിസ്തുവിന് വേണ്ടി നിർമ്മലതയോടെ, നിഷ്കളങ്കതയോടെ, നൈർമല്യതയോടെ, കറ, ചുടുക്കം, വട്ടം, മാലിന്യമൊന്നുമില്ലാതെ തേജസ്സോടെ തനിക്ക് തന്നെ മുൻനിർത്തേണ്ടതിന് വേണ്ടി നോക്കി നിൽക്കുന്ന ദൈവസഭയാണ് എഫെസ് ലേഖനത്തിലെ വിഷയം എന്നതുകൊണ്ട് എഫെസ് ലേഖനത്തെ എന്തുമായി പറഞ്ഞിരിക്കുന്നു? റാണി എന്നും പറഞ്ഞിരിക്കുന്നു. അത് രണ്ടും ഓർത്തിരുന്നോണം. ഓക്കെ, അപ്പൊ രാജാവ് കൊലോസ്യ ലേഖനവും റാണി ഏതാണ്? എഫെസ് ലേഖനം. ഓക്കെ, നമ്പർ 3 പ്രസക്തി. നമ്പർ 3 ആത്മീയ ഉപദേശങ്ങൾക്കും പ്രായോഗിക ഉപദേശങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ലേഖനമാണ് എഫെസ് ലേഖനം. ആത്മീയ ഉപദേശങ്ങൾ, പ്രായോഗിക ഉപദേശങ്ങൾ, സ്പിരിച്വൽ സബ്ജക്ട്സ് ആൻഡ് പ്രാക്ടിക്കൽ സ്പിരിച്വൽ ഡോക്ട്രിൻ, സബ്ജക്റ്റ് അല്ല, സ്പിരിച്വൽ ഡോക്ട്രിൻസ് ആൻഡ് പ്രാക്ടിക്കൽ ഡോക്ട്രിൻസ്. ഇതിന് രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. സ്പിരിച്വൽ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ആത്മീയ വിഷയങ്ങൾ, മറ്റേത് പ്രായോഗിക വിഷയങ്ങൾ, പ്രായോഗിക ഉപദേശങ്ങൾ, പ്രാക്ടിക്കൽ ഡോക്ട്രിൻസ്. ഇതിന് രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ഒരു സമവാക്യം ഓർത്തിരിക്കണം, 3+3. ഓക്കെ, എഫെസ് ലേഖനവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു സമവാക്യമാണ് 3+3. ആദ്യത്തെ 3 അധ്യായങ്ങൾ ആത്മീയ ഉപദേശങ്ങളാണ്, സ്പിരിച്വൽ സബ്ജക്ട്സ് ആണ്. സ്പിരിച്വൽ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ്, മുൻനിയമനം, വീണ്ടെടുപ്പ്, അവകാശം, അകത്ത മനുഷ്യൻ, പുറത്ത മനുഷ്യൻ, പ്രാർത്ഥനയുടെ അന്തസത്ത, അതിയായ ആത്മീയ ഗഹനമായ വിഷയങ്ങൾ, അകത്ത മനുഷ്യൻ, പുറത്ത മനുഷ്യൻ, ആദിയായ സംഗതികൾ. വായിച്ചിട്ടുണ്ടോ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ?
അവൻ നമ്മെ തെരഞ്ഞെടുത്തു, അവനിൽ നമ്മെ നിയമിച്ചു, വീണ്ടെടുത്തു, അവകാശങ്ങൾ നൽകി, സുവിശേഷം സത്യവചനം നൽകി, ആത്മാവിന്റെ മുദ്ര നമുക്ക് നൽകി, അച്ചാരം നൽകി. നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് കടിച്ച പൊട്ടാത്ത ദൈവശാസ്ത്രത്തിന്റെ ഉന്നത വിഷയങ്ങളാണ് ആദ്യത്തെ 3 അധ്യായങ്ങളിൽ. വായിക്കുമ്പോഴേ ചിലർക്ക് കോട്ടുവായ ഉണ്ടാവും. ഇതെന്തോ ഇതിനകത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് മുടക്കി വെക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ആത്മീയോപദേശം. പക്ഷേ ദൈവശാസ്ത്രത്തിന്റെ പഠനത്തിന് വേണ്ടി വളരെ താല്പര്യത്തോടുകൂടെ മുഴങ്കാലം അടക്കുന്ന ഒരു ദൈവവൈദ്യനെ ആത്മീയനാക്കി മാറ്റുവാൻ പര്യാപ്തമായ ഉന്നത ചിന്തകളാണ് ആദ്യത്തെ 3 അധ്യായങ്ങൾ. ഓക്കെ, ആ 3 അധ്യായങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ച ഗ്രന്ഥകാരൻ അടുത്ത 3 അധ്യായങ്ങൾ പ്രായോഗിക ഉപദേശങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. പ്രായോഗിക ഉപദേശങ്ങൾ. തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ദത്തെടുക്കപ്പെട്ടവൻ, നിയമിക്കപ്പെട്ടവൻ എങ്ങനെയാണ് ഈ പർത്തനത്തിൽ ആക്ഷേപരഹിതമായി ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് അടുത്ത 3 അധ്യായങ്ങൾ. ഏതാ? 4, 5, 6 അടി. അതാണ് 3+3 എന്ന് പറയുന്നത്. അപ്പൊ ആത്മീയ ഉപദേശം പോലെ തന്നെ പ്രസക്തമാണ് ഏത്? പ്രായോഗിക ഉപദേശങ്ങളും. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ ക്ഷമിക്കണം, എങ്ങനെ കൊടുക്കണം, എങ്ങനെ വാങ്ങണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നാവിനെ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ള അനുഗ്രഹീതമായിരിക്കുന്ന ആലോചനകൾ. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യൻ, വിശേഷിച്ച സ്നാനമേറ്റ ഒരു ദൈവവൈദ്യൻ, പെന്തക്കോസ്തിന്റെ തനിമയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവൈദ്യൻ എഫെസ്യ ലേഖനം 4, 5, 6 അധ്യായങ്ങളിൽ എല്ലാ ദിവസവും വായിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ മനസ്സാക്ഷി, നമ്മുടെ ഇന്ദ്രിയ വ്യവസ്ഥിതികൾ ഓരോന്നും, പാപരാഗങ്ങൾ വഹിക്കുന്ന നമ്മുടെ ഇന്ദ്രിയ വ്യവസ്ഥിതികളെ എങ്ങനെ ഉപയോഗിക്കണം എന്നും, ഒരു നല്ല ഭാര്യയാകേണ്ടത് എങ്ങനെ, ഒരു നല്ല ഭർത്താവാകേണ്ടത് എങ്ങനെ, ഒരു നല്ല മകൾ ആകേണ്ടത് എങ്ങനെ, ഒരു നല്ല മകൻ ആകേണ്ടത് എങ്ങനെ, ഒരു നല്ല പിതാവ്, ഒരു നല്ല മാതാവ്, ഒരു നല്ല ദാസി, ഒരു നല്ല ദാസൻ, ഒരു നല്ല യജമാനൻ, ഒരു നല്ല യജമാനത്തി. കണ്ടോ? വിവിധ തട്ടകങ്ങളിലുള്ള ജനതയെ ഓർപ്പിച്ചുണർത്തി പ്രബോധിപ്പിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന പ്രബോധനങ്ങളാണ് എഫെസ്യ ലേഖനം 4, 5, 6. അത് മാത്രമല്ല, ആത്മീയ പോരാട്ടത്തിനൊരു യോദ്ധാവെന്ന നിലയിൽ നമ്മെ ഒരുക്കി നിർത്തി സർവായുധ വർഗങ്ങൾ ധരിപ്പിച്ച് ശത്രുവിന്റെ മുമ്പിൽ നമ്മെ അങ്ങനെ ഒരുക്കി നിർത്തിയിരിക്കുന്നു. ശത്രു എതിർപക്ഷത്ത്, നാം മറുപക്ഷത്ത് അങ്ങനെ നിൽക്കുന്നു. ഒരു വിഷിൽ ഊതിയാൽ യുദ്ധം തുടങ്ങുകയും ആ പരുവത്തിൽ കൊണ്ട് അവസാനിപ്പിക്കുന്നു എഫെസ്യ ലേഖനം. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ ലോകസ്ഥാപനത്തിന് മുൻപേ ഉള്ള വിശ്വാസിയെ തെരഞ്ഞെടുത്തിട്ടൊടുവിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു പോർക്കളത്തിൽ നമ്മെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു എഫെസ്യ ലേഖനം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആത്മീയ ഉപദേശങ്ങൾക്കും പ്രായോഗിക ഉപദേശങ്ങൾക്കും എന്തോ ചെയ്തിരിക്കുന്നു? തുല്യ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ലേഖനമാണ് എഫെസ്യ ലേഖനം. ഓക്കെ, അടുത്തത് എഴുതിക്കോ. പ്രസക്തി. അടുത്ത പ്രസക്തി എന്ന് പറയുന്നത് ഗ്രന്ഥകാരന്റെ 2 മഹത്തായ പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏകഗ്രന്ഥം. ഗ്രന്ഥകാരന്റെ 2 മഹത്തായ പ്രാർത്ഥനകൾ. ഗ്രന്ഥകാരന്റെ മഹത്തായ 2 പ്രാർത്ഥനകൾ. 2 പ്രാർത്ഥനകൾ എന്നുള്ളതിന്റെ വിശദീകരണം കുറിച്ചുകൊള്ളുക. 1-ാം അധ്യായം 15 മുതൽ 19 വരെ. 1-ാം അധ്യായം 15 മുതൽ 19 വരെ. 3-ാം അധ്യായം 14 മുതൽ 20 വരെ. ഓക്കെ, 2 പ്രാർത്ഥനകളാണ് എഫെസ്യ ലേഖനത്തിലുള്ളത്. ഈ 2 പ്രാർത്ഥനകളെ ആഴത്തിൽ പഠിച്ചാൽ എന്നാ ഗംഭീരമാണെന്ന് അറിയാം. വായിച്ചിട്ടുണ്ടോ ഈ ഭാഗങ്ങൾ? ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടോ? പ്രാർത്ഥനയുടെ ഒരു ഗംഭീരമായിരിക്കുന്ന അവതരണമാണ്. 1-ാം അധ്യായത്തിലെ പ്രാർത്ഥന, 3-ാം അധ്യായത്തിലെ പ്രാർത്ഥന. റഫറൻസ് കൊടുത്തിരുന്നോ? 1-ാം അധ്യായം 15 മുതൽ 19 വരെ. അടുത്ത പ്രാർത്ഥന ഏതാ? 3-ാം അധ്യായം 14 മുതൽ 19 വരെ. ആ 3-ാം അധ്യായത്തിന്റെ 14-ാം ഭാഗ്യം കാണാതെ പഠിച്ചോണം എല്ലാവരും. കട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, സോഫാക്കപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, MFM, റോഫ്ലസ്, കുർലോൺ, മെത്തപ്പുറത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരും, കട്ടിലെ കയറിയിരുന്നുകൊണ്ട് വിദ്യയിലോട് ജാരിയിരുന്ന് ഇടയ്ക്കെടുത്ത് പഞ്ഞിത്തലേനെ വെച്ച് ഇങ്ങനെ ഈസി ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം കാണാതെ പഠിക്കുന്ന ഒരു വാക്യം ഏതാ? 3:14. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ കസേരയിരുന്നോട്ട് മുട്ടുകുത്തുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങാൻ പറ്റുമോ? അപ്പോൾ ജീവന്റെ ഉടമസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കരുണാസമ്പന്നനായ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. ആ തുടക്കമെല്ലാം അവസാനിപ്പിച്ചിട്ട് ഈ വാക്യം വായിച്ചു തുടങ്ങണം പ്രാർത്ഥന. കുഴഞ്ഞു പോവുകയുള്ളൂ. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവേ അങ്ങയുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്നു എന്ന് പറഞ്ഞിട്ട് കിടന്നോ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? കസേരയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഈ ഒരു വാക്യം നമ്മുടെ പ്രാർത്ഥനയുടെ ബോഡി ലാംഗ്വേജിനെ നിയന്ത്രിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയും കൂടെ ആണല്ലോ. അതുകൊണ്ട് ഇടയ്ക്ക് ഞാനൊരു തുറന്നു പറയാം. പ്രാർത്ഥന എങ്ങനെ വേണമെന്നുള്ളതിനെ കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് ഒരു വാക്യം ചൂണ്ടിക്കാട്ടാനൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആത്മീക ചിന്തകളുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?
മർക്കോസിന്റെ സുവിശേഷം 14:35 വേഗം വായിച്ച് FS ലേഖനം നമ്മൾ ജസ്റ്റ് ഒന്ന് വഴി മാറുന്നു. വേഗം നമ്മൾ കയറി വരാം. ഉപവാസപ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്കൊരു ഒരു ഉത്സാഹം ഉണ്ടാകാൻ വേണ്ടി ഇടയ്ക്ക് ഞാൻ ചില ചിന്തകളോട് പറയാം. ഓക്കെ, ക്ലാസ് മാത്രമായ ചിലർക്ക് അത് ബോറിങ്ങോ. 14:35 വായിച്ച്. പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണു. പിന്നെ അല്പം മുൻപോട്ട് ചെന്ന് നിലത്ത് വീണു. കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു. പ്രിയരെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഉപവസിക്ക് ഭാഗികമായി പൂർണ്ണമായി ഉപവസിക്കുന്ന ഈ ദിവസങ്ങൾ ഉപവസിക്കുന്ന ദൈവമക്കളൊക്കെ ശ്രദ്ധിച്ചോണം. പ്രാർത്ഥനയ്ക്കൊരു പൊസിഷൻ, പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേക ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വന്നാൽ അതേറെ അനുഗ്രഹമായിരിക്കും. ഓക്കെ, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് യുവചേതന ശ്രദ്ധിച്ചോണം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുറെ ചെറുപ്പക്കാർ ഈ സഭയ്ക്കുള്ളതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. പ്രായമുള്ളവരെ ഞാൻ അവഗണിക്കുന്നില്ല. പക്ഷെ യുവചേതന കർത്താവിന് വേണ്ടി കൂടുതൽ ഇനി കരുത്തോടെ പ്രയോജനപ്പെടുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന, നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയാം, പ്രായമുള്ളവരും ശാരീരിക അസ്വസ്ഥതയുള്ളവരും മറ്റു തര സന്ധിവാദമടക്കമുള്ള കാര്യങ്ങളുള്ളവരൊക്കെ കട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, കസേരയിരുന്ന് പ്രാർത്ഥിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കർത്താവിന്റെ പ്രവൃത്തി അതിവേഗത്തിൽ ഉണ്ടാകുവാൻ, യുദ്ധകാലാടിസ്ഥാനത്തിൽ ദൈവം നമ്മുടെ അപേക്ഷയുടെ മേൽ കയ്യൊപ്പ് പതിപ്പിക്കുവാൻ നമ്മുടെ പ്രാർത്ഥന ഈ നിലയിലാക്കിയാൽ നല്ലത്. എങ്ങനെ? അവൻ മുൻപോട്ട് ചെന്നു. ഈ മുൻപോട്ട് ചെല്ലാൻ നമുക്ക് പറ്റാത്തതാണ് പലപ്പോഴും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ആകെപ്പോടെ ഒത്തിരി തിരക്കിനിടയിൽ ഇരുന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയുടെ കർത്താവേ സ്വതന്ത്രം എന്ന് പറയുമ്പോൾ മൊബൈലിൽ കാണിക്കുകയാണ്, ഹലോ എന്തോ ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മളെന്ന് സംസാരിക്കുക. അപ്പൊ അത്രയും നേരം കർത്താവ് ബ്ലോക്ക് ആകുക അവിടെ. മനസ്സിലാകുന്നുണ്ടോ? ഇതിനിടയ്ക്ക് വേറെ പലരോടും നമ്മൾ സംസാരിക്കുക. അപ്പൊ മൊത്തത്തിൽ നമ്മൾ തിരക്കാണ്. ഇവിടെ അല്പം മുൻപോട്ട് ചെന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എന്തോ ചെയ്യണം? മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇത് സൈലന്റ് മോഡിൽ വെച്ചാൽ പറ്റത്തില്ല. സൈലന്റ് മോഡിൽ വെച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇതിരുന്ന് മിനുങ്ങുന്നത് കാണാം. അന്നേരം നമ്മൾ എടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് ഇത് സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതങ്ങ് മാറ്റി വെക്കുകയോ ചെയ്യണം. മനസ്സിലായില്ലേ? കർത്താവ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അറയിൽ കിടന്ന് വാതിലടയ്ക്കണം. അന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്തത്, അല്ലെങ്കിൽ ഇത് സ്വിച്ച് ഓഫ് ചെയ്യണമെന്നും കൂടെ കർത്താവ് പറഞ്ഞിട്ടേ അവസാനിപ്പിക്കുള്ളൂ. അന്ന് ഈ സൂത്രം ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അല്പം മുൻപോട്ട് ചെല്ലണം എന്ന് പറയുമ്പോൾ ഈ കായലിൽ കുളിച്ചുള്ളവർക്കറിയാം. കായലിൽ കുളിച്ചിട്ടുണ്ടോ? ആറ്റിലൊക്കെ ആണെങ്കിൽ എടുത്ത് നമുക്കങ്ങ് ചാടാം, കുഴപ്പമൊന്നുമില്ല. തടാകത്തിലും കുളത്തിലൊക്കെ എടുത്ത് നമുക്ക് ചാടാം. പക്ഷെ കായലിൽ കുളി അത്ര എളുപ്പമല്ല. കായലിൽ അങ്ങോട്ട് കടവിലോട്ട് ചെന്നിട്ട് കൈകൊണ്ട് ആദ്യം എന്തോ ചെയ്യണം? വകഞ്ഞു മാറ്റണം. എന്തോ വകഞ്ഞു മാറ്റുന്നത്? അവർക്കും പായലുണ്ട്, പോളം എന്ന് പറയും. ഓക്കെ, അതിങ്ങനെ അങ്ങോട്ട് വകഞ്ഞ് മാറ്റിയിട്ട് എന്തോ ചെയ്യണം? മുങ്ങണം. മുങ്ങിട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞ് ആറ്റി മുങ്ങി കിടന്നിട്ട് എണ്ണുന്ന പോലെ 50 വരെ എണ്ണിക്കൊണ്ട് കിടക്കാൻ പറ്റത്തില്ല. അങ്ങനെ മുങ്ങുമ്പോ പിന്നെ പ്രത്യേക അലങ്കാരത്തോടെ പൊങ്ങി വരാൻ പറ്റത്തില്ല. കാരണം ഈ മാറ്റിയതെല്ലാം കൊണ്ട് എന്തോ ചെയ്യും? പറ്റും. അതുകൊണ്ട് വകഞ്ഞുകൊണ്ട് മാറ്റിയിട്ട് മുങ്ങുന്നു, പൊങ്ങുന്നു. ഓക്കെ, അതാണ് കായലിന്റെ കുളി എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥന മുറിയിലേക്ക് വരുമ്പോൾ മുഴുവനും എന്തോ ചെയ്യണം? വകഞ്ഞുകൊണ്ട് മാറ്റുക. മാറ്റിയങ്ങോട്ട് വെച്ചിട്ട് എന്തോ നിലത്ത് വീഴണം. ആരോഗ്യമുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത്, ശരീരസ്ഥിതി അനുവദിക്കുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. വിഷയത്തിന്റെ മേൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. മുഴങ്കാൽ അങ്ങോട്ട് വീഴണം, നിലത്തോട്ടങ്ങ് വീഴണം. ഓക്കെ, കർത്താവ് നിലത്ത് വീണു. ഞാൻ പറഞ്ഞില്ല, ഒരു വാക്യം കാണിച്ചു തരാനൊന്നും എന്റെ കയ്യിലില്ല. പക്ഷേ ഒരു ഉദാത്തമായ മാതൃക കാണിച്ചു തരാം. ഒറ്റ വാക്കുകൊണ്ട് ഉലകത്തിലുള്ള സകലത ഉളവാക്കിയവൻ സൃഷ്ടിതാവതേ വീണ് കിടക്കുന്നു പച്ചമണ്ണിൽ. അവൻ നിലത്ത് വീണു. ഇനി ശ്രദ്ധിച്ചോണം. നിലത്ത് വീണവൻ പ്രാർത്ഥിച്ചു, കുറെ നേരം പ്രാർത്ഥിച്ചു. അവന്റെ ശരീരത്തിന്റെ വെള്ളമെല്ലാം രക്തത്തുള്ളി പോലെ തറയിലേക്ക് വീണ് മണ്ണ് കുടിച്ചെടുത്തു. വിവശനായി അവൻ മരിച്ചു പോകുമെന്ന് തോന്നി. ദൂതന്മാർ ഇറങ്ങി അവനെ ആശ്വസിപ്പിക്കുകയായിരുന്നു. അവരുടെ പ്രാർത്ഥനാ മുറിയിൽ അങ്ങനെ വില കൊടുക്കാൻ നമുക്ക് കഴിയണം. വിഷയങ്ങൾക്ക് വേണ്ടി വില കൊടുക്കണം. നമ്മളിതെല്ലാം ഇങ്ങനെ SMS അയക്കുക, പ്രാർത്ഥന വിഷയം കുറിപ്പെഴുതി കൊടുക്കുക, SMS അയക്കുക, പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിരിക്കുക. നമുക്ക് വേറെ രണ്ട് പണിയാണ്. അതെല്ലാം അവസാനിപ്പിച്ചിട്ട് നമ്മൾ എന്തോ ചെയ്യണം? നിലത്ത് വീഴണം. നിലത്ത് വീണ് അങ്ങോട്ട് ഹൃദയം തകർന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കണം. കർത്താവിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? നമ്മുടെ ആവശ്യബോധം. ഇനി ശ്രദ്ധിച്ചോണം, ഞാൻ അതിനകത്ത് പറയാൻ പോകുന്ന ഗൗരവമായ ചിന്ത നിങ്ങൾ കേട്ടിരിക്കണം. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. ആരോഗ്യമുള്ളവനായിട്ട് അവൻ നിലത്തെഴുന്നേറ്റ് ഉപ്പിച്ച് ഉറപ്പിച്ച മണ്ണിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതുവരെ ഇരുട്ടായിരുന്നു ആ തോട്ടത്തിൽ. പക്ഷെ ഇപ്പോൾ പ്രകാശം വരുന്നു. ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പന്തങ്ങളും കുന്തങ്ങളും വാളും വടിയും ഒക്കെ ഒരു കൂട്ടം ആളുകൾ യേശുവിന്റെ വട്ടം വളഞ്ഞു. യേശുവ നിൽക്കുന്നവർക്ക് മനസ്സിലായില്ല. അവരൊരു കൂട്ടം ആളുകൾ അവന്റെ വട്ടം വളഞ്ഞു. ഓക്കെ, ആ പ്രകാശത്തിൽ യേശു തിരിഞ്ഞു നോക്കുമ്പോൾ ആയുധധാരികളായ ഒരു കൂട്ടം ആളുകൾ അവിടെ നിൽക്കുന്നു. അവരെ നോക്കിക്കൊണ്ട് യേശു ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ ആരെ തിരയുന്നു? അവരുടെ മറുപടി, ഞങ്ങൾ യേശുവിനെ തിരയുന്നു. യേശുവിന്റെ പ്രത്യുത്തരം, അത് ഞാൻ തന്നെ. ആരെ തെരയുന്നു? അവരുടെ മറുപടി, യേശുവിനെ തെരയുന്നു. യേശുവിന്റെ പ്രത്യുത്തരം, അത് പുറമെ എന്തോ സംഭവിച്ചു. യോഹന്നാന്റെ സുവിശേഷം 18:6 വാക്യം വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 18:6.
യെസ്, ഞാൻ തന്നെ എന്ന് ആ. അവരോട് പറഞ്ഞപ്പോൾ ആ. അവർ പിൻവാങ്ങി നിലത്ത് വീണു. അത് ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. മനസ്സിലായോ അത്രയും കാര്യം? ഇതുവരെ നിലത്ത് വീണ് കിടന്ന ആരായിരുന്നു? ഇതുവരെ നിലത്ത് വീണ് കിടന്ന ആരാ? യേശു. ഇപ്പൊ വീണ് കിടക്കുന്ന ആരാ? എന്തോ മനസ്സിലായി ഇതിനകത്തുനിന്ന്? പ്രാർത്ഥനാ മുറിയിൽ നിലത്ത് വീഴാൻ മനസ്സാകുമെങ്കിൽ നീ പ്രാർത്ഥന കഴിഞ്ഞ് ആമേൻ പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നിന്റെ ശത്രു നിലത്ത് വീണിരിക്കും. നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ചില കോട്ട കൊത്തനങ്ങൾ നമ്മുടെ മുമ്പിൽ വീണിരിക്കും. ഈ ഉപവാസം കഴിയുമ്പോൾ ആ ഒരു അനുഭവം കണ്ടെത്തും എന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? കരകളടിച്ച് കർത്താവിനെ ആരാധിക്കുക. അത്ഭുതകരമായ നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അതിശക്തമായ നിലയിൽ ചില പോരികളും പോരാട്ടങ്ങളും അവകാശവാദങ്ങളും, ചില ദുർമന്ത്രവാദത്തിന്റെ പോരാട്ടങ്ങൾ, ചില കാലപ്പഴക്കമുള്ള ആഭിചാരത്തിന്റെ ബന്ധനങ്ങൾ സകലം നമ്മുടെ മുമ്പിൽ തകർന്നു വീഴാനിടയാകും. പക്ഷെ നാം പ്രാർത്ഥനയോടെ വീഴണം. നാട്ടിലെ ആകട്ടെ ഇവിടുത്തെ ആകട്ടെ ഉയർന്നു നിൽക്കുന്ന ചില പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വീഴാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്തോ ചെയ്യണം? നാം വീഴണം. അതാണ് എന്റെ സംഗതി. കർമ്മേലിന്റെ പച്ചമണ്ണിൽ നിലത്ത് വീണ ഏലിയാവ് പ്രാപിച്ച ശക്തി കൊണ്ടാണ് ആഹാബിന്റെ രഥത്തിന്റെ പുറകെയല്ല, ആ രഥത്തോട് കൂടെയുമല്ല, ആ രഥത്തിനകത്തുമല്ല, അതിന്റെ മുൻപേ കയറി. ഓ, ചില രഥചക്രങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ഒരൊറ്റയാൻ പട്ടാളമായി മുൻപോട്ട് കയറി ഓടാനുള്ള കരുത്ത് നിലത്ത് വീണിട്ട് എഴുന്നേക്കുന്നവന്റെ മേൽ ദൈവം പ്രാപിച്ചിരുന്നു. ക്ലാസ്സിനിടയിലൂടെ ദൈവാത്മാവ് നൽകി തരുന്ന ചിന്തകളെ അകത്തളത്തിൽ ഏറ്റെടുത്ത് പ്രായോഗികമാക്കിക്കണം. ഓക്കെ, അപ്പോൾ എന്തോ എഴുതിയപ്പോഴാണ് നമ്മളത് വന്നേ? സകലകുടുംബത്തിന് പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ എന്തോ ചെയ്യുന്നു? അവ മുട്ടുകുത്തുന്നു എന്ന് പറഞ്ഞപ്പോഴും നമ്മളിങ്ങനെ വഴിമാറിപ്പോയി തിരിച്ച് നമ്മുടെ ജംഗ്ഷനിലേക്ക് വരുന്നു. ഓക്കെ, FS ലേഖനമായി പോകുന്നു. അപ്പം മഹത്തായ 2 പ്രാർത്ഥനകൾ. ഇനി അതിനകത്ത് 2 കാര്യം കൊണ്ടൊന്ന് കുറിച്ച് വെച്ചോണം. ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ഉദ്ദേശം പ്രകാശനമാണ്. പ്രകാശനം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി എന്തോ ചെയ്യണം? പ്രകാശിക്കണം. രണ്ടാമത്തെ പ്രാർത്ഥന 3-ാം അധ്യായത്തിലെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ശക്തീകരണമാണ്. നിങ്ങളുടെ അകത്ത് മനുഷ്യൻ ശക്തിയോടെ എന്തോ ചെയ്യണം? ബലപ്പെടണം. അപ്പൊ 2 പ്രാർത്ഥനകളെയും നമ്മൾ സ്വീകരിക്കുന്നു. 2നെയും സ്കാൻ ചെയ്യുമ്പോൾ 2 പ്രധാന പ്രമേയങ്ങൾ ലഭിക്കപ്പെടും. ഒന്നാമത്തെ പ്രാർത്ഥനയുടെ പ്രമേയം എന്തുവാ? പ്രകാശനം. രണ്ടാമത്തെ പ്രാർത്ഥനയുടെ പ്രമേയം പ്രസംഗമാണ് കേട്ടോ. ദേവദാസന്മാരെ ഇതിനെ പ്രസംഗമാക്കി മാറ്റിക്കോണം. പൗലോസിന്റെ 2 പ്രാർത്ഥനകൾ. ഒന്നാമത്തെ പ്രാർത്ഥന കൊണ്ട് താൻ ഉദ്ദേശിക്കുന്നത് ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണം? രണ്ടാമത്തെ പ്രാർത്ഥനയിൽ ശക്തീകരണമാണ്. ശക്തീകരണം പ്രാപിക്കണം. ഇത് 2 ഉണ്ടായാലും ഒരു വിശ്വാസിയെ പിന്നെ ആർക്കും പിന്നിലാക്കാൻ പറ്റത്തില്ല. നമ്മുടെ മുമ്പിൽ തന്നെ ആയിരിക്കും. മനസ്സിലായി? എല്ലാ മണ്ഡലങ്ങളും നമ്മുടെ മുമ്പിലായിരിക്കും. 2 കാര്യം പ്രാപിച്ചാൽ മതി. ഒന്ന്, നമ്മുടെ ഹൃദയദൃഷ്ടി എന്തോ ചെയ്യണം? ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി ആരാണ് നമുക്ക് മനസ്സിലാവും. ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നവന് ദൈവാത്മാവിന്റെ ശക്തിയെ കുറിച്ച് അറിയുവാനിടയാകും. ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നവന് ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കരുതലുകൾ അറിയാൻ കഴിയും. ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നവന്റെ ഭാവിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടും. ഇതൊന്നും കിട്ടാത്തവന് അലാഹം കൊണ്ട് നടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി അകത്ത് മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടവൻ മുൻപിലുള്ള പോരുകളെ അതിജീവിക്കും, മുൻപിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കും, സമരമുഖങ്ങളെ അതിജീവിക്കും. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ ലഭിക്കപ്പെടണം. ഓക്കെ, അടുത്ത പ്രസക്തി എഴുതിക്കും. അടുത്തത് വേഗം എഴുതാം. അടുത്തത് ദൈവാത്മശക്തിയുടെ അനുഗ്രഹീതമായ വിശകലനം നൽകിയിരിക്കുന്ന ലേഖനം. ദൈവാത്മശക്തിയുടെ അനുഗ്രഹീതമായ വിശകലനം നൽകിയിരിക്കുന്ന ലേഖനം. അനുബന്ധം എഴുതിക്കണം താഴോട്ട്. 1, 2, 3, 4 എന്ന് അനുബന്ധം എഴുതിക്കും. ദൈവാത്മശക്തിയുടെ അനുഗ്രഹീതമായ വിശകലനം നൽകുന്ന ലേഖനം. ഓക്കെ, അതിന്റെ അനുബന്ധങ്ങൾ താഴെ 1, 2, 3 എന്ന് അനുബന്ധങ്ങൾ എഴുതിക്കണം. 1, വിശ്വാസിയിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. 1:19. വിശ്വാസിയിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ഓക്കെ, 1:19. അടുത്ത രണ്ടാമത്തേത് വിശ്വാസിയെ ശുശ്രൂഷകനാക്കി മാറ്റുന്ന ദൈവശക്തി. 3:7. വിശ്വാസിയെ ശുശ്രൂഷകനാക്കി മാറ്റുന്ന ദൈവശക്തി. 3:7, 8 എഴുതിക്കോ. എന്നിൽ വ്യാപരിക്കുന്ന ശക്തി കൊണ്ടവൻ എന്നെ ആ ശുശ്രൂഷയ്ക്ക് നിയമിച്ചു എന്നാണ് ആ വാക്യം. ഇനി 3-ാമത്തേത് എഴുതിക്കോ. വിശ്വാസിയുടെ പ്രാർത്ഥനയിൽ സഹായകമാകുന്ന ദൈവശക്തി. 3:20. വിശ്വാസിയുടെ പ്രാർത്ഥനയിൽ സഹായകമാകുന്ന ദൈവശക്തി. ഓക്കെ, 4. വിശ്വാസിയുടെ
വിശ്വാസിയെ ആരാധിക്കേണ്ടതിന് സഹായകമാകുന്ന ദൈവശക്തി, അല്ലെങ്കിൽ വിശ്വാസിയിൽ നിറയുന്ന ദൈവശക്തി. 5:18 വിശ്വാസിയിൽ വിശ്വാസിയെ ആരാധിക്കേണ്ടതിന് സഹായകമാകുന്ന ദൈവശക്തി, അല്ലെങ്കിൽ വിശ്വാസിയിൽ നിറയുന്ന ദൈവശക്തി. ഇൻഡ്വെല്ലിംഗ് പവർ ഓഫ് ഗാഡ്, നമ്മിൽ നിറയുന്ന ദൈവശക്തി. ഓക്കെ, അതാണ് അടുത്തത്. 5, അതിജീവനത്തിനുള്ള അമിതബലം നൽകുന്ന ദൈവശക്തി. 6:10 അതിജീവനത്തിനുള്ള അമിതബലം നൽകുന്ന ദൈവശക്തി. 6:10 ആ പ്രാർത്ഥനയ്ക്കുള്ള സഹായകമെന്ന ശക്തി. അത് എത്രാമത്തെ പോയിന്റ് എഴുതി? പ്രാർത്ഥനയ്ക്കുള്ള സഹായകം 3. അതിന്റെ കൂട്ടത്തിൽ എഴുതിക്കോണം 6:18. 6:18 വാക്യത്തിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആത്മാവിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആത്മാവിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 3ാമത്തെ പോയിന്റ് 2 വാക്യമുണ്ട്. ഏതൊക്കെയാണ്? 3:20, 6:18. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. 5 വാക്യങ്ങളിലൂടെ ദൈവശക്തിയെ കുറിച്ച് ഗ്രന്ഥകാരൻ സവിസ്തരം രേഖപ്പെടുത്തിയിരിക്കുന്ന മഹത്തായ ഒരു ലേഖനമാണ് എഫെസ്യ ലേഖനം. ഇനിയും അതിന്റെ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ ക്ലാസ്സുകളിലൂടെ വരുമ്പോൾ പരാമർശിക്കപ്പെടും. എങ്കിലും നോക്കിക്കേ, 1:19 പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പൊ വിശ്വാസി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇനിയും 3:7 പറയുന്നത്, 3-ാമത്തെ 7-ാം വാക്യം ഒന്ന് വായിച്ചെടുത്തവരാരെങ്കിലും? 3:7 ആ സുവിശേഷത്തിന് ജ്ഞാനവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനം നിമിത്തം ശുശ്രൂഷകൻ. അപ്പൊ ദൈവശക്തിയുടെ വ്യാപാരത്താലാണ് സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി മാറുന്നത്. അപ്പൊ ദൈവശക്തി അകത്ത് വ്യാപരിക്കപ്പെട്ട, അളവറ്റ വലിപ്പമായ ദൈവശക്തി അകത്ത് വ്യാപരിക്കപ്പെട്ട ഒരു ദൈവവൈദ്യനെ പിന്നീട് ആ ശക്തി ഇങ്ങനെ വളർത്തി കൊണ്ടുവന്നിട്ട് മഹത്തായ സുവിശേഷത്തിന്റെ ശുശ്രൂഷക്കാരായും ആക്കി മാറ്റുന്നു. സ്വതന്ത്രം പറയാൻ എത്രവർക്ക് പറ്റും? അപ്പൊ എന്നും ഇങ്ങനെ കൈവടിച്ച് വിശ്വാസിയാണെന്നും പറഞ്ഞിരിക്കുന്ന ഇരിപ്പല്ല ഒരു വിശ്വാസിയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അളവറ്റ വലിപ്പമായിരിക്കുന്ന ശക്തി നമ്മിൽ നിറഞ്ഞു കഴിയുമ്പോ നമ്മൾ ക്രമേണ ആരായി മാറണം? സുവിശേഷത്തിന്റെ ശുശ്രൂഷക്കാരായി മാറണം. അതാണ് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ എന്നും ഇങ്ങനെ ഇരുന്നോളാം എന്ന് പറഞ്ഞിരിക്കുന്ന ഇരിപ്പല്ല, പകരം ശുശ്രൂഷക്കാരായി മാറണം. പക്ഷെ വേറൊരു കാര്യം ഓർത്തോണം, അതിന്റെ 2 വശം ഞാൻ പറയണമല്ലോ. ക്ലാസ് ആയതുകൊണ്ട് 2 വശം പറയണം. പരിശുദ്ധാത്മാവ് ആക്കി വെക്കാതെ ഒരാൾ ശുശ്രൂഷക്കാരനാണെന്ന് പറഞ്ഞ് ചാടി വന്നാൽ അതും നടക്കത്തില്ല. പരിശുദ്ധാത്മാവ് തന്നെ എന്തോ ചെയ്യണം? നിയോഗം തന്ന് ആക്കി വെക്കണം. ആത്മശക്തി കൊണ്ട് ശുശ്രൂഷയിലേക്ക് വരണം. ചിലക്ക് ഇങ്ങനെ വിശ്വാസത്തിന്റെ കൂട്ടത്തിലിരിക്കുന്നവരുടെ പെട്ടെന്നൊരു ശുശ്രൂഷനായ കൊള്ളാവുന്ന ഒരു തോന്നലുണ്ടാവും. റെഡി 1 2 3 എന്ന് പറയുന്ന മാത്രത്തിൽ പുൾപ്പിറ്റേ കയറിയിരിക്കും. 2 ആഴ്ച പുൾപ്പിറ്റേ കാണും, പിന്നെ പുൾപ്പിറ്റ് കാണത്തില്ല, പുള്ളി കാണത്തില്ല. അതായത് സംഗതി. അങ്ങനെ വരും. അപ്പൊ ഓർത്തോണം, ആരാക്കണം നമ്മെ? ദൈവശക്തി. ആ ചിന്തയെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി വേറൊരു ഇതുവരെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിശദീകരിച്ചു പോകുന്നത്. പ്രസംഗമാണെങ്കിൽ ഒരു ട്രാക്കിലൂടെ ഒന്ന് പോയാൽ മതി. അപ്പൊ ക്ലാസ് ആകുമ്പോൾ ചിന്തകൾ ഇങ്ങനെ വരുമല്ലോ. ഈ ആക്കിയില്ലെങ്കിൽ ജനം തള്ളപ്പെട്ടു പോകും. മനസ്സിലാവുന്നുണ്ടോ? അത് സമ്മതിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മെ ആക്കി വെച്ചില്ലെങ്കിൽ ജനം നമ്മളെ നിഷ്കരണം എന്തോ ചെയ്യും? തള്ളിക്കളയും. അതിനാധാരമായിട്ട് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 25-26 വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 25-26 ആക്കിയില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് അറിയാൻ. 25-26 ശുശ്രൂഷക വൃന്ദങ്ങളും കൂടെ ഉള്ള ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ചിന്തകളെ വിശദീകരിച്ചത്. ഓക്കെ, ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. ദൈവം താൻ മുഖാന്തരം ഇസ്രായേലിന് രക്ഷ വരുത്തുമെന്ന് മോശ അങ്ങ് ചിന്തിച്ചു വെറുതെ. എന്നിട്ട് എന്തോ ചെയ്തു താഴോട്ട്? എങ്കിലും അവർ ഗ്രഹിച്ചില്ല. പിറ്റേന്നാൾ അവർ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്നു, പുരുഷന്മാരെ, നിങ്ങൾ സഹോദരന്മാരല്ലോ, തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയതാ എന്ന് പറഞ്ഞ അവനെ എന്തോ ചെയ്തു? ഉന്തികൾ. അപ്പൊ ദൈവം ആക്കാതെ ഒരുവൻ കയറി പ്രബോധിപ്പിക്കാൻ നിന്നാൽ അതിന് സമാധാന സൂചിയാണെന്ന് പറഞ്ഞാൽ ദൈവം ആക്കാതെ ഒരുത്തൻ കയറി പറയാൻ പോയാൽ എന്തോ സംഭവിക്കും? ഉന്തിക്കളയും ജനം. മനസ്സിലായില്ലേ? ഉന്തിക്കളയും. നമ്മൾ ചിന്തിക്കും കുറച്ചു കാലത്തേക്ക് പുള്ളി ഇങ്ങനെ ഷൈൻ ചെയ്യുമെന്ന് കാര്യം. പക്ഷെ ക്രമേണ ജനം എന്തോ ചെയ്യും? ഒന്തിക്കളയും. പക്ഷേ 35-ാം വാക്യം വെച്ച് 35-ാം വാക്യം 35 നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയതാരെന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം ഉൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു. ആ
ആക്കി അയച്ചു ഉണ്ടോ. അതിനുശേഷം അദ്ദേഹം അവനെ കയ്യേറ്റത്. അപ്പം നമ്മളെ ആക്കി അയക്കണം. ആരാക്കി അയക്കണം? മുൾപ്പടപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ ആരാന്നറിയാമോ? ആരാ മുൾപ്പടപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ? I am that I am എന്ന് പറഞ്ഞവൻ ആരാത്? വേറെ ആരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ. മോശയ്ക്ക് പ്രത്യക്ഷനായത് യഹോവ തന്നെയാണ്. ആ ദൂതൻ ആക്കി അയച്ചു. ദ ഏഞ്ചൽ ഓഫ് ഗോഡ് എന്ന് പറയുന്ന പഴയ നിയമത്തിന്റെ പ്രത്യക്ഷത എല്ലാം ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കർത്താവ് അവനെ നിയമിച്ചു, ആക്കി. ആ ആക്കി വെച്ച നിയമനത്തിന് എതിരായിരിക്കാൻ ആർക്കും പറ്റിയില്ല. പിന്നെ മോശ ഷൈൻ ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആത്മാവ് നമ്മൾ എന്തോ ചെയ്യണം? ആക്കി വെക്കണം. ആത്മാവ് ആക്കി വെച്ച പിന്നീട് താഴോട്ട് പോകരുത്. എന്തോ ഇതോണം കയറി പോകണം. അതാണ് അതിന്റെ വസ്തുത. ഓക്കെ, അപ്പൊ പരിശുദ്ധാത്മ ശക്തിയെ കുറിച്ചും ആത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ചും സമഗ്രമായി പ്രസ്താവിച്ചിരിക്കുന്ന ഒരു ലേഖനം. അടുത്തത് എഴുതിക്കോ പ്രസക്തി. അടുത്തത് എഴുതുന്നത് കുഴപ്പമില്ലല്ലോ, ഓർക്കില്ലല്ലോ നമുക്ക്. ഇല്ല. ഓക്കെ, അടുത്തത് ദൈവസഭയുടെ ഉൽപ്പത്തി, ഉത്തരവാദിത്വം, ഭാവി പ്രത്യാശ. ദൈവസഭയുടെ ഉൽപ്പത്തി, ഉത്തരവാദിത്വം, ഭാവി പ്രത്യാശ എന്നീ മഹത്തായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹിക്കുന്ന ലേഖനം. 3 മഹത്തായിരിക്കുന്ന വിഷയങ്ങളാണ്. ദൈവസഭയുടെ ഉൽപ്പത്തി, ദൈവസഭയുടെ ആരംഭം, 2 ദൈവസഭയുടെ ഉത്തരവാദിത്വം, 3 ദൈവസഭയുടെ ഭാവി പ്രത്യാശ. ഇത് 3 വിശദീകരിച്ചിരിക്കുന്ന ഒറ്റ ലേഖനം. ഈ സാധാരണ വിഷയങ്ങൾ നമ്മൾ പല ലേഖനങ്ങളും പെറുക്കിയെടുത്തേ വെച്ചോളൂ. പക്ഷേ FS ലേഖനത്തിൽ ഈ 3 വിഷയങ്ങൾ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. ഇനിയും അത് താഴോട്ട് വേണമെങ്കിൽ അനുബന്ധമായി എഴുതിക്കൂ. ദൈവസഭയുടെ ഉൽപ്പത്തി 1:4 ആ വാക്യം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് ആരംഭിച്ചത്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് എപ്പോഴാ? ലോക സ്ഥാപനത്തിന് മുന്നമേ. സ്വതന്ത്രം പറയാൻ വേണ്ടി ഇന്നലെ എന്നൊന്നും അല്ല നമ്മളെ തിരഞ്ഞെടുത്ത്, പിന്നെ ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മെ അവരിൽ തിരഞ്ഞെടുത്തു. കണ്ടോ? അപ്പൊ നമ്മൾ ഉൽപ്പത്തി. ഇനി ഉത്തരവാദിത്വം എന്താ? 3:10-11 3-ാം അധ്യായത്തിന്റെ 10-11 ദൈവസഭയുടെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഓഫ് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 10-11 വായിച്ച് 3:10-11. നിർവഹിച്ചനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. ആദ്യമായിട്ട് വായിക്കുന്നുണ്ട് ഈ പ്രശ്നം ആണോ? മൊബൈലിലാണ് വായിക്കുന്നത്. ഓക്കെ. അപ്പം സഭ മുഖാന്തരം അറിവായി വരണം. എന്തോ അറിവായി വരണം? മനസ്സിലായില്ല വാക്യം നിങ്ങൾക്ക്? ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവം ആരാണ്, ദൈവ വ്യവസ്ഥകൾ എന്താ, ദൈവത്തിന്റെ വചനം എന്താ എന്നിത്യാദി വസ്തുതകൾ ലോകത്തിന് അറിവായി വരണം. ആര് മുഖാന്തരം? അപ്പൊ സഭ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊട്ടിപ്പാടി ഇവിടെ ഇരിക്കാൻ വേണ്ടി മാത്രമല്ല. പിന്നെ എന്തുവാണ് സഭയുടെ ഉത്തരവാദിത്വം? എന്തുവാ? സത്യദൈവത്തെ അറിയിക്കണം. അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പം അറിഞ്ഞവൻ എന്തോ ചെയ്തേ പറ്റൂ? ഒരു സത്യദൈവമുണ്ട്. ഇവിടെ ദൈവങ്ങളാണ് ഇഷ്ടം പോലുള്ളത്. മതങ്ങൾ ദൈവങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. കൊമ്പുള്ളത്, കൊമ്പില്ലാത്തത്, കൈ ഒത്തിരി ഉള്ളത്, കൈ ഇല്ലാത്തത്, കാലൊത്തിരി ഉള്ളത്, ചിറവുള്ളത്, കണ്ടാൽ പേടിച്ച് പനി പിടിച്ച് ബോധം കിട്ട് തറയിൽ പോകുന്ന സൈസ്, പിന്നെ കണ്ടാൽ ആകർഷിക്കത്തക്ക സൗന്ദര്യമുള്ളത്, ഇങ്ങനെ പല ദൈവങ്ങളെ ഇവിടെ അവതരിപ്പിക്കുമ്പോ സത്യദൈവം ആരാണ്? ആ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം എന്താണ്? ദൈവത്തിന്റെ ക്വാളിറ്റി എന്താണ്? എന്നിത്യാദി വസ്തുതകൾ ആര് മുഖാന്തരം വരണം? സഭ മുഖാന്തരം. ഉണ്ടോ? ദൈവത്തെ അറിയിക്കുക എന്ന മഹത്തായ ഉത്തരവാദിത്വം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അതൊരിക്കലും അതിനകത്ത് നമുക്ക് മാറാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതാണ് ഉത്തരവാദിത്വം. ഇനി സഭയുടെ ഭാവി പ്രത്യാശ എന്താ? 5:30 വാക്യം. 5:30 ലേഖനം 5:30. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് 5:30 അതന്നെയാണോ? 4:30 നോക്ക്. സോറി, ദൈവത്തിന്റെ 4:30 5:30 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിൻ നാളിനായി എന്ത് ചെയ്തിരിക്കുന്നത്? അപ്പൊ ദൈവസഭയ്ക്ക് ഒരു ഭാവി പ്രത്യാശയുണ്ട്. നമുക്കൊരു വീണ്ടെടുപ്പ്
നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ പാടാറുണ്ടല്ലേ. പക്ഷെ വീണ്ടെടുക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമോ അല്ല. നമുക്കിപ്പോ വീണ്ടെടുപ്പ് സാധിച്ചത് ഏത് മേഖലയിൽ മാത്രമാണ്? ആത്മാവിന്റെ വീണ്ടെടുപ്പ്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. അപ്പൊ സഭയുടെ ഭാവി പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊരു വീണ്ടെടുപ്പ് ഭാവിയിൽ സംഭവിക്കും. അതെപ്പോഴാ സംഭവിക്കുക? കർത്താവിന്റെ പുനരാഗമനത്തിലാണ് സംഭവിക്കുക. ഓക്കെ, അതുകൊണ്ട് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുൻപേ തെരഞ്ഞെടുക്കപ്പെട്ട സഭ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തെ അറിയിക്കുക എന്നത്, ദൈവത്തെ വെളിപ്പെടുത്തുക എന്നത്. ആ സഭ ആ ദൗത്യത്തിൽ കൃത്യതയോടെ നിന്ന് മുൻപോട്ട് പോകുമ്പോൾ, ആ സഭ വിശുദ്ധിയിലും വേർപാടിലും തനിമയോടെ നിന്ന് കഴിയുമ്പോൾ ആ സഭയ്ക്ക് ഒരു ഭാവി പ്രത്യാശയുണ്ട്. എന്തുവാണത്? വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. മഹത്തരമാണ്. അതിനെ പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട്? വീണ്ടെടുപ്പ്. ക്രൈസ്തവോ ആ ശരീരത്തിന് വേണം. ഞാൻ ഇവിടെ ഒരു വലിയ ആത്മീയ ചിന്ത പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. യുവചേതന പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോണം. ദൈവം ചെയ്ത ഒരു വലിയ പദ്ധതി നോക്കിയോണം. നമ്മുടെ ആത്മാവിന് വീണ്ടെടുപ്പ് തന്നിട്ട്, ആത്മാവിനെ വീണ്ടെടുത്തു തന്റെ രക്തത്താൽ നമ്മുടെ ആത്മാവിന് വീണ്ടെടുപ്പ് തന്നു. ഉണ്ടോ? കാൽവറിയിൽ താൻ കഴിച്ച പരമയാഗത്തിന്റെ അനന്തര ഫലമായി നമ്മുടെ ആത്മാവിന് എന്തോ തന്നു? വീണ്ടെടുപ്പ് തന്നു. എന്നിട്ട് ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് നമ്മളെ യോഗ്യതയുള്ളവരാക്കി മാറ്റുകയും ചെയ്തു. ഇനി ശ്രദ്ധിച്ചേ, ആത്മാവിന്റെ വീണ്ടെടുപ്പ് തന്നിട്ട് ദൈവം ഈ ആത്മാവിനെ വീണ്ടെടുക്കപ്പെടാത്ത ശരീരത്തിലാക്കിയിരിക്കുന്നു. കേട്ടോ? എന്നിട്ട് ഈ ശരീരത്തെ വീണ്ടെടുക്കപ്പെടാത്ത ലോകത്തിലാക്കിയിരിക്കുന്നു. മനസ്സിലാവുന്ന ചിന്ത? വീണ്ടെടുക്കപ്പെട്ട ആത്മാവിനെ എവിടെ ആക്കിയിരിക്കുന്നു? വീണ്ടെടുക്കപ്പെടാത്ത ശരീരത്തിൽ. എന്നിട്ട് ഈ ശരീരത്തെ എവിടെ ആക്കിയിരിക്കുന്നു? വീണ്ടെടുക്കപ്പെടാത്ത ലോകത്തിൽ. അപ്പൊ വീണ്ടെടുക്കപ്പെടാത്ത ലോകവും വീണ്ടെടുക്കപ്പെടാത്ത ശരീരവും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ആത്മാവിനോട് പോരാട്ടമാണ്. ഈ പോരാട്ടത്തെയാണ് ആത്മീയ പോരാട്ടം എന്ന് പറയുന്നത്. ഈ പോരാട്ടത്തിൽ ജയിക്കുന്നവന്റെ പേരാണ് ആത്മീയൻ, തോൽക്കുന്നവന്റെ പേര് ജഡീകൻ എന്ന് തന്നെ. നീ എത്ര പാട്ടറിയാം, എത്ര പ്രസംഗം അറിയാം, എത്ര പ്രവചനം അറിയാം, വ്യാഖ്യാനം അറിയാമെന്ന് പറഞ്ഞാലും ഈ ആത്മീയ പോരാട്ടത്തിൽ തോൽക്കുന്നവന്റെ പേരെന്തോന്നാണ്? ജഡീകൻ എന്ന് തന്നെയാണ്. ഇന്ദ്രിയ വ്യവസ്ഥിതികളിലെ പാപരാഗങ്ങൾ അങ്ങോട്ട് തിരത്തള്ളുമ്പോൾ അരുതരുതാത്തത് കാണാനും കേൾക്കാനും തൊടാനും പിടിക്കാനും എടുക്കാനും ആവശ്യമില്ലാത്തത് കഴിക്കാനും കുടിക്കാനും ആവശ്യമില്ലാത്തതെല്ലാം ഉടുത്തോണ്ട് നടക്കാനും ഒക്കെ നമുക്ക് ആന്തരികമായി പ്രേരണ തരുന്ന ഒരു വ്യവസ്ഥിതിയാണ് നമ്മുടെ ഇന്ദ്രിയ വ്യവസ്ഥിതി. ഇതിനകത്ത് പാപരാഗങ്ങൾ വാഴുന്നു. ആ പാപരാഗം ഉതിർത്തുവിടുന്ന ചേതോവികാരങ്ങളെ ക്രിസ്തു നിമിത്തം അടക്കാൻ കഴിയുന്ന ഒരാളാണ് ആത്മീയൻ. ആവശ്യമില്ലാത്ത നമ്പർ ഡയൽ ചെയ്യുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ആവശ്യമില്ലാത്ത വീഡിയോ ക്ലിപ്പിങ് കാണുന്നില്ല. ഓക്കെ, ചില പിള്ളേർ കാണില്ല, എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്ന ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരിക്കുമ്പോഴേ കോൾ വരുമ്പം ഇത് ഫോൺ എടുത്തോണ്ട് ഓടുന്നുണ്ടോ താഴെ ഇടവഴിയോട്ട്. സ്വന്തം ഭാര്യ അടുത്തിരിക്കുമ്പോഴും അടുത്തിരുന്ന് എന്ത് ചെയ്യത്തില്ല, സംസാരിക്കുന്നില്ല, എടുത്തോണ്ട് ഓടുക താഴോട്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് വിവശനായി വേർത്ത് വിളിച്ച് കയറി വരുന്നു. അപ്പൊ ഭാര്യ ചോദിക്കുന്നു, ആരാച്ച എന്നുള്ള ചോദ്യത്തിനകത്ത് തന്നെ എന്തൊക്കെയോ സംതിങ് ഉണ്ട്. ആരാച്ച? അപ്പൊ പുള്ളിയുടെ മറുപടി, ആരുമല്ല, ഐഡിയക്കാരായിരുന്നു. ഐഡിയക്കാരൻ? അതെ, പാട്ട് വേണമെന്ന് ചോദിച്ചു വിളിച്ച ഉണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇടപാട്, സുതാര്യതയില്ലാത്ത ദാമ്പത്യ ജീവിതത്തിൽ അപ്പോഴും പാട്ട് പ്രാർത്ഥനയ്ക്ക് ഒരു കുറവില്ല. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചല്ലോ, പാട്ട് പാടിയെ പിടിക്കാൻ 16 പേര് വേണം, ഇല്ലേ പുള്ളി ഓട് വെളി തെറിച്ചു പോകണം. അപ്പോൾ ഇതാണ് സംഭവം. എന്റെ ഒരു ചോദ്യം ഇതാണ്, ന്യായമായ ചോദ്യം, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഈ മൊബൈൽ ഫോൺ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പോകാൻ തന്നോട് എത്ര പേരുണ്ട്? അച്ഛാ, മൊബൈൽ ഫോൺ കൊടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞാൽ സിം ഒരു പോക്കറ്റ് ഇട്ടിട്ട് കൊടുക്കുന്ന കാര്യമാണ്. മൊബൈൽ ഫോൺ, ആക്ടിവേറ്റ് ആയ ഫോൺ. ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പറഞ്ഞുതരും, ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞുതരെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? അങ്ങനെ അങ്ങോട്ട് പരവാസമെന്ന് അവിടുത്തെ ഭാര്യമാരുടെ സംഭവം പറഞ്ഞത്. അനി ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പോകണം 2 ദിവസം ഇവരെ കൊടുത്തിട്ട് പോകാൻ പറ്റും? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു സുതാര്യത, അതാ ദൈവം പ്രസാദിക്കുന്ന ദാമ്പത്യ ജീവിതം. നമ്മൾ ദാമ്പത്യ ജീവിതത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്, അല്ലേ പഠിക്കുന്നത്. അപ്പൊ പിന്നെ അത് ഇങ്ങോട്ട് വരുന്നുണ്ട് സംഭവം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിധമായിരിക്കുന്ന അനാത്മീയ തലങ്ങളിലേക്ക് നമ്മെ വലിച്ചിറക്കിക്കൊണ്ട് പോകുന്ന പാപരാഗങ്ങളോട് ചെറുത്തു നിൽക്കുവാനുള്ള കരുത്താണ് നാം പ്രാപിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ വീണ്ടെടുപ്പിൻ നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ നാളിൽ നമ്മൾ തള്ളപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഈ ജഡമുതിർത്തു വിടുന്ന പാപരാഗങ്ങളോട് ആത്മാവിനാൽ ജയം പ്രാപിക്കണം.
അതാണ് എന്റെ സംഗതി. മനസ്സിലായില്ലേ? അവസരം ഒത്തു കിട്ടുമ്പോൾ പാപത്തിലേക്ക് വീണുപോകുന്നവരാകരുത് നമ്മൾ. തീർച്ചയായും വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിൽക്കാൻ കഴിയണം. പെന്തക്കോസ്തന്റെ തനിമയ്ക്ക് വേണ്ടി രാത്രിയിലും പകലിലും അടച്ചിട്ട മുറിയിലും തുറന്ന മുറിയിലും എല്ലാം നിൽക്കാൻ കഴിയണം. അതാണ് എടുപ്പിൻ നാടിന് വേണ്ടിയുള്ള യോഗ്യത എന്ന് പറയും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന് 47-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തെന്നല്ല, പിന്നെ രക്ഷിക്കപ്പെട്ടവരെ ചേർത്തെന്നല്ല, പിന്നെ രക്ഷിക്കപ്പെടുന്നവരെ. ഉണ്ടോ? രക്ഷിക്കപ്പെടുന്നവരെ. ശ്രദ്ധിച്ചു പഠിച്ചോണം, അക്ഷരങ്ങൾ മാറിപ്പോകരുത്. രക്ഷിക്കപ്പെട്ടവരെ എന്നല്ല, രക്ഷിക്കപ്പെട്ടവരെ എന്നായിരുന്നെങ്കിൽ നമ്മൾ ഓക്കെ ആയനെ. രക്ഷിക്കപ്പെട്ടവരെ ചേർത്തെന്നല്ല പറഞ്ഞത്, രക്ഷിക്കപ്പെടുന്നവരെ എന്ന് പറഞ്ഞാൽ അത് ആ പ്രയോഗമുണ്ടല്ലോ, ഭാവിയിലെ പ്രാബല്യത്തിൽ വരുള്ളൂ പ്രയോഗം. മനസ്സിലാകുന്നുണ്ടോ? ഗ്രീക്കിന്റെ ഗ്രാമർ എങ്ങനെയാണ്? ഭാവിയിലെ അത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഇപ്പോഴും രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഭാവി പ്രാബല്യത്തിൽ വരും. ആ ഭാവി എന്ന് പറയുന്നത് 4:30 പറഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പാസ്റ്റോട് പറഞ്ഞു വന്നിരിക്കട്ടെ, എന്നെ വിളിച്ച സാമച്ചൻ എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നു വന്നിരിക്കട്ടെ. അപ്പൊ ഞാൻ ഷാർജയിൽ നിങ്ങോട്ട് വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഫോൺ ചെയ്തു. അത് ഞാൻ ഒരു 6 മണിയാകുമ്പോൾ അബുദാബി ബസ് സ്റ്റാൻഡിൽ വരും. ഷാർജയിൽ നിന്ന് വരുമ്പോൾ അബുദാബി ബസ് സ്റ്റാൻഡിൽ വരും. സാമച്ചൻ എന്നോട് പറയുന്നു, സാരമില്ല, പാസ്റ്റ് 6 മണിയാകുമ്പോൾ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ഞാൻ 1 മണിക്കാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഞാൻ ഷാർജയിൽ ഇറങ്ങിയിട്ടില്ല, അദ്ദേഹവും വീട്ടിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് തന്ന വാചകം എന്തുവാണ്? 6 മണിക്ക് അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും. 6 മണിക്ക് അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ വാചകം പ്രാബല്യത്തിലാകുന്നത് ഭാവിയിലാണ്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് 1 മണിക്കാണ്. മനസ്സിലായില്ലേ? ഞാൻ അവിടെ ഇറങ്ങിയിട്ടില്ല, ഞാൻ അബുദാബിയിൽ വന്നിട്ടില്ല, അജാൻ ഇവിടെ വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വാചകം ഞാൻ അവിടെ ഉണ്ടായിരിക്കും, ഭാവിയിൽ നിവൃത്തിയാകുന്ന ഒരു പ്രയോഗം. എന്നതുപോലെ രക്ഷിക്കപ്പെട്ടവരെ എന്ന് പറയുമ്പോൾ ആ രക്ഷിക്കപ്പെടുന്നവർ എന്ന് പറയുന്നത് ഭാവിയിലാണ് അതിന്റെ പൂർണ്ണത വരുന്നത്. പക്ഷെ ഭാവി പൂർണ്ണത വരണമെങ്കിൽ ഈ ജഡത്തിന്റെ സമരങ്ങളെ നാം ജയിക്കണം, അല്ലെങ്കിൽ നിഷ്കരണം നാം തള്ളപ്പെട്ടു പോകും. അതാണ് അതിന്റെ സംഗതി. ഓക്കെ, അപ്പോൾ ഇതാണ് എഫെസ്യ ലേഖനത്തിന്റെ ഒരു ഭാഗം. ഒരെണ്ണം കൂടെ ഇനി എഴുതിക്കോ. അടുത്ത ഒരു പ്രധാന ചിന്ത കൂടെ. ഓക്കെ, ഒരെണ്ണം കൂടെ നമുക്ക് എഴുതിയിട്ട് അവസാനിപ്പിക്കാം. അതിനുശേഷം ബാക്കി ചിന്തകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ക്രിസ്തു കേന്ദ്രീകൃതമായ, അല്ലെങ്കിൽ ക്രിസ്തുശാസ്ത്ര പ്രധാനമായ ആശയങ്ങളുടെ ബാഹുല്യമുള്ള ലേഖനം. ക്രിസ്തുശാസ്ത്ര പ്രധാനമായ ആശയങ്ങളുടെ ബാഹുല്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ സവിശേഷത വളരെ വ്യക്തമാക്കിയിരിക്കുന്ന ലേഖനം. ഒരു കാര്യം ഞാൻ വേഗം പറഞ്ഞു നിർത്തുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് ദൈവത്വത്തിലിരുന്ന ക്രിസ്തു, ദൈവമായിരുന്ന ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതായിട്ടാണ് ഫിലിപ്പിയ ലേഖനം. പക്ഷെ എഫെസ്യ ലേഖനം മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്തോ ചെയ്തു? ഉയർത്തെഴുന്നേറ്റ് എവിടെ പോയി? സ്വർഗത്തിൽ. സകല വാഴ്ചകൾക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും ശക്തിക്കും മീതെയല്ല, പിന്നെ അത്യന്തം മീതെ ഇരുത്തപ്പെടുന്ന ക്രിസ്തു. അപ്പൊ ഫിലിപ്പിയ ലേഖനത്തിൽ കർത്താവ് എന്തോ ചെയ്യുന്നു? ഇറങ്ങി വരുന്നു. എഫെസ്യ ലേഖനത്തിൽ കർത്താവ് എന്തോ ചെയ്യുന്നു? അത്യന്തം മീതെ ഉയർന്നു. അങ്ങനെ ക്രിസ്തുശാസ്ത്ര പ്രധാനമായ ചിന്തകളുടെ ഒരു വലിയ ബാഹുല്യമാണ് എഫെസ്യ ലേഖനത്തിൽ. അപ്പൊ എഫെസ്യ ലേഖനം പഠിക്കണം തോന്നുന്നുണ്ടോ? ഇപ്പൊ ഇത്ര എഴുതിയപ്പോ തോന്നുന്നുണ്ടോ? സന്തോഷത്തോടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം മുതൽ എഫെസ്യ ലേഖനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. എഫെസ്യ ലേഖനത്തിലെ സഭാവീക്ഷണം കണ്ണുകളെ ദിവസം അടയ്ക്കാൻ എല്ലാ കണ്ണുകളും അടയട്ടെ. കൽപ്പിച്ച ദൈവിക ആലോചനയുടെ മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. എഴുതിയ ചിന്തകളുടെ കൂട്ടത്തിൽ ദൈവാത്മാവ് നമുക്ക് നൽകി തന്ന ആലോചനകളെ നമുക്ക് നിരുപാധികം ഏറ്റെടുക്കുവാനിടയാകണം. നമ്മുടെ കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. സ്തോത്രം. അവൻ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുന്ന ശക്തി അനുഭവിച്ചവന്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. നമ്മുടെ പാടിയ അതേ ഗാനം തന്നെ ചെറുപ്പമാണ് അതിന്റെ വരികൾ. ഹല്ലേലൂയ, ജയം, ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരുമിച്ച് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. സ്തോത്ര കാഴ്ചയും കൂടെ ഈ സമയത്ത് ശേഖരിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചേർന്ന് ആത്മനിറവോടുകൂടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യെസ്, ഹല്ലേലൂയ.